ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അനുഗ്രഹമേറിയ നല്ല പകലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നസ്രയുടെ വഴികൾ എന്ന ആത്മീയ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് കേൾക്കുന്നതിൽ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇന്നും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി കർത്താവ്, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ചന്ദ്രപ്രകാശ് നമ്മളോട് കൂടെ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് കർത്താവിന്റെ ദാസിൻ്റെത്. നമുക്ക് തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസിന്റെ കൂടെ സാക്ഷ്യം കേൾക്കുവാനായിട്ട് നമുക്ക് സമയം വേർതിരിക്കാം. അതിനുവേണ്ടി കർത്താവിന്റെ ദാസിനെ പ്രാർത്ഥനയോടെ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ ടൈം റിവൈവൽ മിനിസ്ട്രിയുടെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ ബ്രദർ ജിജിൻ വർഗീസ് അവർകൾ, നസ്രയുടെ വഴികൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ജീവിതാനുഭവങ്ങൾ, ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതാനുഭവങ്ങൾ യാതൊരു പൊടിപ്പും തൊങ്ങലും കൂടാതെ പച്ചയായിട്ട് നിങ്ങളോട് സംസാരിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേങ്കില് നിരാശയിലോ പ്രയാസങ്ങളിലോ ബുദ്ധിമുട്ടുകളിലോ പാപത്തിന്റെ അടിമത്വങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന് സ്തോത്രം. എന്റെ ബാല്യകാലത്തിലേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് ചന്ദ്രപ്രകാശ് എന്നാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപം നീലേശ്വരം എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. അച്ഛനും അമ്മയും ജ്യേഷ്ഠനും അനുജനും ഞാനും ചേർന്ന ഒരു ചെറിയ കുടുംബം. എൻ്റെ അച്ഛനൊരു കൂലിപ്പണിക്കാരനായിരുന്നു. എൻ്റെ അമ്മ കശുവണ്ടി ഫാക്ടറി തൊഴിലാളിയായിരുന്നു. മൂത്ത മകൻ പ്രദീപ് കുമാർ, രണ്ടാമത്തെ ആളാണ് ഞാൻ. എൻ്റെ പേര് ചന്ദ്രപ്രകാശ്. എൻ്റെ അനുജൻ ചന്ദ്രപ്രസാദ്. കർത്താവിന് സ്തോത്രം. ബാല്യകാലം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു ബാല്യം. ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിനൊക്കെയാണ് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. വളരെ ചെറിയ പ്രായം മുതലേ മാതാപിതാക്കളുടെ കൂടെ അവർ ചെയ്യുന്ന തൊഴിലുകൾ തന്നെ ചെയ്തു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സ്കൂളിലൊക്കെ പോയിട്ട് വന്നാൽ ഭക്ഷണം കഴിപ്പാനായിട്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാവുകയില്ല. ചുറ്റുപാടുകളിൽ പാർക്കുന്ന നല്ലവരായ മർത്തോമാ സഭക്കാരായ വിശ്വാസികളുടെ ഭവനങ്ങളിൽ കടന്നു പോവുകയും അവർക്ക് ആവശ്യമുള്ള ജോലികളൊക്കെ ചെയ്തു കൊടുക്കുകയും വയറു നിറയെ ഭക്ഷണം കഴിക്കുന്ന ബാല്യകാലം. കർത്താവിന്റെ സ്തോത്രം. ഒരു നല്ല വസ്ത്രമിടാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ്സിലൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ കീറിയ നിക്കറും, ചെവിട് കീറിയ നിക്കറും കീറിയ ഷർട്ടൊക്കെ ഇട്ട് സ്കൂളിൽ പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ. ദാരിദ്ര്യത്തിന്റെ കാലഘട്ടം. കർത്താവിന്റെ സ്തോത്രം. എൻ്റെ ബന്ധുമിത്രാദികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കർത്താവിന്റെ സ്തോത്രം, സ്വസ്ഥതയും സമാധാനമൊന്നും ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ കുടുംബങ്ങളിലോ ഉണ്ടായിരുന്നില്ല. എൻ്റെ ബന്ധുക്കളൊക്കെ ചേരിയായി താമസിക്കുന്ന ഒരു ഏരിയ. രാത്രി കാലങ്ങളിൽ എന്നെ കൊല്ലുന്നേ, മാളൂരെ, ഓടി വരണേ എന്നുള്ള വലിയ ശബ്ദങ്ങൾ ഞങ്ങളുടെ ദേശത്ത് നിന്ന് കേൾക്കാറുണ്ട്. പക്ഷെ ആരും അവിടെ വരാറില്ല. കാരണം അത് നിരന്തരമായി ഞങ്ങളുടെ ദേശത്തുനിന്ന് മുഴങ്ങി കേൾക്കുന്ന ശബ്ദമാണ്. എൻ്റെ അച്ഛൻ കഞ്ചാവും ചാരായും ഉപയോഗിക്കുന്ന ആളാണ്. രാത്രികാലങ്ങളിൽ വളരെ ലക്ക് കെട്ടൊരു ഭ്രാന്തനെ പോലെ എൻ്റെ പിതാവ് വീട്ടിൽ കടന്നു വരിക. അതുപോലെ തന്നെ അച്ഛൻ്റെ സഹോദരന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. ഒത്തിരി വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ചെറിയ പ്രായത്തിൽ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒത്തിരി കാഴ്ചകളുണ്ട്. എൻ്റെ അച്ഛൻ്റെ അനുജൻ, അദ്ദേഹം ഇതുപോലെ തന്നെ നല്ല മദ്യപാനിയാണ്. ഒരിക്കൽ മദ്യപിച്ച് ലക്ക് കെട്ടുതാൻ ഭവനത്തിൽ കടന്നു വരികയും തൻ്റെ ഭാര്യയെ 2 കൈയും ഉപയോഗിച്ച് 2 ചെവിയിലും 2 ചെവിക്കല്ലിലും ആഞ്ഞടിക്കുകയും ബോധം കെട്ട് എൻ്റെ കുഞ്ഞമ്മ, ചിറ്റപ്പന്റെ ഭാര്യയെ ബോധം കെട്ട് വീഴുന്നു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ചെറിയ പൈതൽ, എൻ്റെ ചിറ്റപ്പന്റെ മകൻ, ഇവൻ വളരെ ചെറിയ പയ്യനാണ്. അവൻ മുറിക്കുള്ളിലേക്ക് ഓടി ഒരു കൊടുവാള് വെട്ടുകത്തി എടുത്തുകൊണ്ട് ആ വെട്ടുകത്തിയുമായിട്ട് അവൻ എൻ്റെ വീട്ടിൽ വരികയാണ്. എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അച്ഛന്റെ കയ്യിൽ അവൻ ഈ വെട്ടുകത്തി കൊടുത്തിട്ട് അച്ഛനോട് പറയുകയാണ്, എൻ്റെ അമ്മയെ എൻ്റെ അച്ഛൻ അടിച്ചു കൊന്നു, എൻ്റെ അച്ഛനെ വെട്ടിക്കൊല്ലാമോ എന്ന് പറഞ്ഞ് ഈ കൊടുവാള് കൊണ്ടുവന്ന് എൻ്റെ പിതാവിന്റെ കയ്യിൽ കൊടുക്കുന്ന കാഴ്ചകൾ
എത്രയോ ദയനീയമായ കാഴ്ചകൾ. സ്വന്തം പിതാവ് സ്വന്തം മകനെ വെട്ടുന്നു. ഇതെല്ലാം ചെറുതിലെ കാണുകയാണ്. എല്ലാ വീടുകളിലും സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ലാത്ത, തിരിച്ചറിവില്ലാത്ത, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച മനുഷ്യർ. എന്റെ പിതാവ് കഞ്ചാവും ചാര ഉപയോഗിച്ച് വാഹനത്തിൽ കടന്നു വരും. എന്റെ അമ്മയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കും. ഞങ്ങളൊക്കെ അച്ഛന്റെ വരവിൽ ഭയന്ന് ഞങ്ങൾക്ക് ദേശം വിട്ടുപോകുകയെ സാധനം ചെയ്യുക. വീട് വിട്ട് റബ്ബറും വിളകളിൽ അഭയം പ്രാപിക്കുകയാണ്. അച്ഛൻ വീട്ടിൽ വന്ന് എല്ലാം തല്ലി തകർത്ത് രാത്രി 2 മണി, നേരം വെളുത്തുന്ന 2 മണി 3 മണി സമയമൊക്കെ ആകും ഞങ്ങള് വീട്ടിലേക്ക് മടങ്ങി വരാൻ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ നേരം വെളുത്തിട്ടുണ്ടാകും. ഇത് ഒരു ദിവസവും 2 ദിവസവും ഉള്ള കാര്യമല്ല, നിരന്തരമായി നടക്കുന്ന കാര്യങ്ങളാണ്. കർത്താവിന് സ്തോത്രം. എന്റെ ജ്യേഷ്ഠൻ പ്രദീപ് കുമാറിനെ അദ്ദേഹം, എന്റെ പിതാവ്, ഒരു ഷാപ്പിൽ നിർത്തിയാണ് വളർത്തിയത്. എനിക്ക് 8 വയസ്സ്, 8, 9, 10 വയസ്സ് പ്രായങ്ങളിലൊക്കെ എന്റെ അച്ഛന് കഞ്ചാവ് വാങ്ങിക്കാനായിട്ട് മാർക്കറ്റുകളിൽ എന്റെ അപ്പൻ എന്നെയാണ് അയക്കുന്നത്. എന്റെ അനുജൻ ചന്ദ്രപ്രസാദ്, അദ്ദേഹത്തിന് ചാരായം കൊടുത്തു പഠിപ്പിക്കുന്നത് എന്റെ പിതാവ്. ഒരു ദിവസം കഞ്ചാവ് കിട്ടാതെ വന്നാൽ, ഞാൻ കഞ്ചാവ് വാങ്ങിക്കാൻ പോകുന്ന മാർക്കറ്റ് നെടുവത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ കഞ്ചാവ് കിട്ടും, രഹസ്യമാണ്. 50 പൈസയ്ക്ക് കഞ്ചാവ് വീടി കിട്ടും, 2 രൂപയ്ക്ക് കഞ്ചാവിന്റെ പൊതി കിട്ടും. അപ്പം ഈ കൊച്ചു പ്രായത്തിൽ 8 വയസ്സ് പ്രായമുള്ള സമയത്തൊക്കെ ഞാൻ പരസ്യമായിട്ടാണ് കടകളിൽ പോയി നമ്മളിലെ മിഠായി വാങ്ങിക്കുന്ന ലാഘവത്തോടെ കഞ്ചാവ് വീടി വാങ്ങിച്ചുകൊണ്ട് വരും. ഒരു ദിവസം ഒരു സ്വാമിയാണ് കഞ്ചാവ് വിൽക്കുന്നത്. അപ്പോൾ കഞ്ചാവ് സ്വാമിയെ കാണാനില്ല. ഞാൻ ഈ നെടുവത്തൂർ മുഴുവനും അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും കഞ്ചാവ് സ്വാമിയെ കാണുന്നില്ല. അപ്പൊ കഞ്ചാവ് കിട്ടാതെ വീട്ടിൽ വന്നാൽ എന്റെ അപ്പൻ എന്നെ ക്രൂരമായിട്ട് ഉപദ്രവിക്കും. അന്നത്തെ കാലത്തൊക്കെ ചൂരൽ കൊണ്ടൊന്നുമല്ല അടിക്കണം, മുറിക്കകത്ത് കയറ്റി കവിളി മടൽ വെട്ടി ശരീരം മുഴുവനും അടിച്ചു തകർക്കുന്ന പിതാവ്, ഭീകരനായ ഒരു മനുഷ്യൻ. അതുകൊണ്ട് ഞാൻ അന്ന് കഞ്ചാവ് സ്വാമിയെ കാണാതെ അവസാനം നാട്ടുകാരോട് ചോദിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കഞ്ചാവ് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായ എന്റെ ജീവിതത്തിൽ. കർത്താവിന്റെ സ്തോത്രം. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. ഞാൻ എന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ചത് പാലക്കാട് നീലേശ്വരം MSc LP സ്കൂളിലാണ്. 5-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ നെടുവത്തൂരിൽ DVUP സ്കൂളിൽ പഠിക്കുന്നു. 8-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പ്ലാമൂട് EVHS പഠിക്കുന്നു. പ്രീ ഡിഗ്രിക്ക് കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിലാണ് പഠിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുടിച്ച് അറ്റാക്ക് വന്ന് ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പിതാവ് മരിക്കുന്നു. അപ്പന്റെ മരണശേഷം ഞങ്ങള് 3 ആൺമക്കളാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അച്ഛന്റെ മരണശേഷം ഞങ്ങൾക്ക് ബോധിച്ച വഴികളിൽ നടക്കുകയാണ്. അച്ഛന്റെ മദ്യപാനം അതേപടി എന്റെ ജ്യേഷ്ഠൻ അത് ഏറ്റെടുക്കുകയാണ്. ജ്യേഷ്ഠനെ ഷാപ്പിൽ നിർത്തിയാണ് വളർത്തിയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ജ്യേഷ്ഠന്റെ കയ്യിൽ മദ്യപിക്കാനുള്ള പണം ഇല്ലാത്തത് കൊണ്ട് പുള്ളിക്കാരൻ ആ കാലഘട്ടങ്ങളിൽ നേരെ ബോംബെക്ക് പോയി. 1.25 ലക്ഷം രൂപയ്ക്ക് ആ കാലഘട്ടങ്ങളിൽ തന്റെ ഒരു കിഡ്നി വിറ്റ് ആ പണം ബാങ്കിലിട്ട് ആ പണം തീരുന്നത് വരെ മദ്യപിച്ച വ്യക്തിയാണ് എന്റെ ജ്യേഷ്ഠൻ. എന്റെ അനുജനെ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, കർത്താവിന്റെ സ്തോത്രം, ഒരു മുക്കുവണ്ടം കേസിൽ പ്രതിയായി. അതായത് മാറ്റു കുറഞ്ഞ സ്വർണം ഒരച്ചാലും ഒടിച്ചാലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിൽ, ഇപ്പോൾ അതിന്റെ മെഷീൻസ് ഉണ്ട്, എന്നാൽ പണ്ട് ഒരച്ചാലും ഒടിച്ചാലും ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മാറ്റു കുറഞ്ഞ സ്വർണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുത്തി അത് ബാങ്കിൽ വെച്ച് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന 2-ാം പ്രതിയായിട്ട് മാറി എന്റെ അനുജൻ. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 15 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒടുവിൽ പോലീസിന് പിടിയിലാകാതിരിക്കാൻ എന്റെ അനുജൻ നാട് വിട്ടുപോകുന്നു. എന്റെ ജ്യേഷ്ഠൻ ഞങ്ങളെ വിട്ടുപോകുന്നു. ഏറ്റവും ഒടുവിൽ ഞാനും എന്റെ അമ്മയും മാത്രം ഭവനത്തിൽ, യാക്കോബിനെ പോലെ, കൂടാരവാസിയായ യാക്കോബിനെ പോലെ ഭവനത്തിൽ പാർത്ത് ചെറിയ ചെറിയ പണികളൊക്കെ, ചെറിയ പ്രായത്തിലെ ജോലികളൊക്കെ ശീലിച്ചിരുന്നത് കൊണ്ട് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് അമ്മയെ നോക്കി പഠിച്ച് ഞാൻ മുൻപോട്ട് വരികയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു അറിയപ്പെട്ട ഒരു ജോലിക്കാരനായിരുന്നു ഞാൻ. പ്രായം വളരെ ചെറുതാണെങ്കിലും വളരെ ചെറുതിലെ ജോലികളൊക്കെ ചെയ്ത് ശീലിച്ചത് കൊണ്ട് എല്ലാ തൊഴിലുകളും ചെറുതിലെ പഠിച്ചിരുന്നു. ഞാൻ കുന്താലിപ്പണി, ഒട്ടുമിക്ക കുന്താലിപ്പണികളും എനിക്കറിയാം. വയലിപ്പണികൾ അറിയാം, ചുമടെടുക്കാൻ അറിയാം, തേങ്ങ വെട്ടാനെ, കന്നാലി കറക്കാനെ, ഇന്ന് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ
കുടിപ്പണികളും വളരെ ചെറിയ പ്രായം മുതലേ ഞാൻ ശീലിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് അമ്മയെ പോറ്റി ഒരു ജോലി വാങ്ങിച്ച് പഠിച്ച് ഒരു ജോലി വാങ്ങിക്കണം എന്ന ആഗ്രഹത്തിൽ ഞാൻ പഠിച്ചു വരികയാണ്. 10ാം ക്ലാസ്സോട് പാസ്സായി കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. കോളേജ് ജീവിതമായതുകൊണ്ട് അവിടെ ഇഷ്ടമുള്ളതുപോലെ നടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ദരിദ്രനെങ്കിലും സമ്പന്നരായ കൂട്ടുകാരെ എനിക്ക് കിട്ടി. കൊട്ടാരക്കരയിലെ ഞങ്ങളുടെ കാലഘട്ടത്തിലെ സുഖവാസ കേന്ദ്രമായിരുന്നു കൊട്ടാരക്കര മീൻപിടുത്തപ്പാറ. ഇന്നത് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അന്നത്തെ കാലത്ത് ഞങ്ങളൊക്കെ ക്ലാസ് കട്ട് ചെയ്തൊക്കെ പോയിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോ കൂട്ടുകാർ കൂടി മീൻപിടുത്തപ്പാറയിലേക്ക് പോകാനും ബോധിച്ച വഴികളിൽ ക്ലാസ് കട്ട് ചെയ്ത് സിനിമാ തിയേറ്ററിലേക്ക് പോകുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഈ ബോധിച്ച വഴികളിൽ നടക്കാൻ തുടങ്ങി. കർത്താവിന്റെ സ്വന്തം. അങ്ങനെ ഇരിക്കെ എന്റെ നാട്ടുകാരനായ ഒരു സഹോദരൻ, സ്റ്റാൻലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ സ്റ്റാൻലി അദ്ദേഹം അവിടെ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ സാഹചര്യങ്ങളെല്ലാം സ്റ്റാൻലിക്ക് അറിയാം. സ്റ്റാൻലി എന്നോട് പറഞ്ഞു, പ്രകാശേ, ഈ കോളേജിന്റെ ചാപ്പലിൽ വെച്ച്, ഓർത്തഡോക്സുകാരുടെ കോളേജാണ്, ഇവിടെ ചാപ്പലിൽ വെച്ചൊരു ക്യാമ്പ് നടക്കുന്നുണ്ട്. ഈ ക്യാമ്പിൽ യുവജനങ്ങൾക്കുള്ള ക്യാമ്പാണ്. നീയുടെ അതിൽ പങ്കെടുത്താൽ അത് സമാധാനമായിരിക്കും, നിന്റെ ജീവിതത്തിൽ സന്തോഷമായിരിക്കും, അനുഗ്രഹമായിരിക്കും, വന്ന് പങ്കെടുക്കാൻ പറഞ്ഞു. ആമേൻ. കർത്താവിന് സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ജീവിതമെല്ലാം തകർന്ന് തരിപ്പണമായി, എല്ലാം തകർന്ന് തരിപ്പണമായി. അറ്റാക്ക് വന്ന് അച്ഛൻ മരിക്കുന്നു. 3 ആൺമക്കൾ അവർക്ക് ബോധിച്ച വഴികളിൽ തിരിഞ്ഞു. ഇതെല്ലാം കണ്ട് മനം തകർന്ന രോഗിയായി മാറിയ അമ്മ. കർത്താവിന് സ്തോത്രം. വാസ്തവത്തിൽ യെഹെസ്കേൽ പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരു ശവക്കുഴിയുടെ അനുഭവമായി മാറി എന്റെ ജീവിതം. ഈ അഡ്രസ് പോലും ഭൂമിയിൽ നിന്ന് അവശേഷിക്കാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കുടുംബം നിറഞ്ഞു. ഈ സമയത്താണ് ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് തുടങ്ങുന്നത്. വാസ്തവമായിട്ടൊരു ദൈവം ഈ പ്രപഞ്ചത്തിലുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ആരാണ്? ആ ദൈവത്തെ എങ്ങനെയാണ് പ്രസാദിപ്പിക്കേണ്ടത്? ആ ദൈവം ആമേൻ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ആ ദൈവത്തിന് മുമ്പാകെ എങ്ങനെയാണ് നടക്കേണ്ടത്? ഇത്യാദി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയം ഒരു കച്ചിത്തുമ്പുരുമ്പെങ്കിലും കിട്ടിയാൽ കയറി പിടിക്കുന്ന ഒരു സാഹചര്യം. കർത്താവിന് സ്തോത്രം. അങ്ങനെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്യാമ്പിലേക്ക് ഞാൻ കടന്നുപോയി. വളരെ പ്രതീക്ഷയോടെ കടന്നുപോയത്. എന്തെങ്കിലും ഒരു സാധ്യത കണ്ടെത്തിയേക്കാം. വളരെ പ്രതീക്ഷയോടെ ഞാൻ കടന്നുപോയി. ഈ ഒരു സാമുദായിക ചുവയുള്ള മീറ്റിംഗ് ആണ്. ഒരു ഇവാഞ്ചലിക്കൽ യൂണിയൻ എന്ന് പറയുന്ന ഒരു യുവജന സംഘടനയുടേതാണ്. സാമുദായിക ചുവയുണ്ടെങ്കിലും അല്പം സ്വതന്ത്രമായ ചിന്താഗതിയൊക്കെ ഉള്ളതാണ്. അവിടെ നല്ല ആത്മീയ ഗാനങ്ങൾ കേട്ടു. സാധു കൊച്ചുകുഞ്ഞുപുരശി എഴുതിയ മനോഹരമായ പാട്ടുകൾ പാടി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ ഞാൻ വളരെ ശ്രദ്ധയോടെ, പ്രത്യേകിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച് മുമ്പോട്ട് പോവുക. മനോഹരമായ ആത്മീയ ഗാനങ്ങൾ കഴിഞ്ഞു. ബൈബിളിലെ വചനങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലേക്ക് എന്നെയും അവര് കൊണ്ടുപോയി. ഗ്രൂപ്പായി തിരിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഞാനും ചെന്നു. ആയുസ്സിൽ ആദ്യമായിട്ട് ബൈബിളിലെ വചനങ്ങൾ കേൾക്കാനുള്ള ഒരു അവസരം കിട്ടുക. ആമേൻ. അവര് ശ്രദ്ധയോടെ വചനങ്ങൾ പറഞ്ഞു. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. നിനക്ക് നന്മയുണ്ടാകാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്ക എന്നത് വാഗ്ദത്തമുള്ള ആദ്യ കൽപ്പനയാകുന്നു എന്നൊരു വചനം കേട്ടു. കാരണം ഞാൻ എൻ്റെ അമ്മയെ തല്ലുന്നവനാണ്, എൻ്റെ അപ്പനെ തല്ലാൻ തയ്യാറായവനാണ്. കർത്താവിന് സ്തോത്രം. ആമേൻ. ജീവിതത്തിൽ എനിക്ക് യാതൊരു ധാർമ്മിക മൂല്യങ്ങളും ഉണ്ടായിരുന്നില്ല. ആയുസ്സിൽ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ്. നിന്നേക്കാൾ പ്രായം കൂടിയ സ്ത്രീകളെ കണ്ടാൽ പൂർണ്ണ നിർമ്മലതയോടെ നിന്റെ അമ്മയെ പോലെ പരിഗണിച്ച് പെരുമാറണം. നിന്നേക്കാൾ പ്രായം കുറഞ്ഞ സ്ത്രീകളെ കണ്ടാൽ ആമേൻ പൂർണ്ണ നിർമ്മലതയോടെ നിന്റെ സഹോദരിയെ പോലെ പരിഗണിച്ച് പെരുമാറണം. നിന്നെ ഒരു ചെകിട തടിക്കുന്നവന് മറ്റേ ചെകിടും കൂടെ തിരിച്ചു കാണിക്കുക. വളരെ മനോഹരമായ വചനങ്ങൾ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയതാണ് ഇതൊക്കെ. ഞാൻ ആ സമയത്ത് ചിന്തിച്ചത്, വാസ്തവത്തിൽ ഇതൊക്കെ എന്തുകൊണ്ടാ നേരത്തെ ഇങ്ങനെ ഒരു ജീവിതമുണ്ടെന്ന് ആരും വന്ന് പറഞ്ഞില്ല. ഇതെത്രയോ ശ്രേഷ്ഠമേറിയ ജീവിതമാണ്. ശത്രുക്കൾക്ക് പോലും ദ്രോഹമില്ലാത്ത ഒരു ജീവിതം. ശത്രുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ PhD വരെ എനിക്കുണ്ട്. കാര്യം അമാതിരി പണികളാണ് നമ്മൾ ശത്രുക്കൾക്ക് വേണ്ടി ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ആ സ്ഥാനത്ത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ആദ്യമായിട്ട് കേൾക്കുക, നിന്റെ ശത്രുവിനെ സ്നേഹിക്കണം, നിന്നെ ഒരു ചെകിട് കഴിക്കുന്നവന് മറ്റേ ചെകിടും കൂടെ തിരിച്ചു കാണിക്കുക. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളാകുന്നു. ഇതെന്താ ഇങ്ങനെ?
ഇതെന്തുകൊണ്ട് നേരത്തെ ഈ കാര്യങ്ങൾ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല? ഇത് മതത്തിന്റെ പുസ്തകമല്ലല്ലോ, ഇതൊരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഉടലെടുത്ത ആശയങ്ങളല്ലല്ലോ. മനുഷ്യന്റെ ബുദ്ധിയിൽ ഉടലെടുത്ത ആശയങ്ങൾ കേട്ടാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇത് ഈ പ്രപഞ്ചത്തിൽ ഏതോ ഒരു ശക്തി ആഗ്രഹിക്കുന്നു, മനുഷ്യരെല്ലാവരും നേരായ മാർഗത്തിൽ ചരിക്കണമെന്ന് ആരോ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ആ ക്യാമ്പ് ലീഡ് ചെയ്ത ആളോട് ഞാൻ എന്റെ ചില സംശയങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ബൈബിൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്, യേശു ആരാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ ദൈവത്തോട് താല്പര്യപൂർവ്വം പറഞ്ഞു. ആ ക്യാമ്പ് ലീഡ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പേര് ബേബി ജേക്കബ് എന്നാണ്. അദ്ദേഹം ഒരു കശുവണ്ടി ഫാക്ടറി മുതലാളിയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ വീട്ടിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ന്യൂ ഇയറിനോട് ചേർന്ന് നടക്കുന്നുണ്ട്. നിനക്ക് താല്പര്യമെങ്കിൽ എന്റെ വീട്ടിൽ കടന്നു വരിക. വന്നാൽ നിനക്ക് നിന്റെ സംശയങ്ങൾക്ക് മറുപടിയാകും, ആത്മീയ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ അവസരമുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിന്റെ സ്തോത്രം, വളരെ പ്രതീക്ഷയോടെ, വളരെ ഉത്സാഹത്തോടെ, സന്തോഷത്തോടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടാകും, സമാധാനം പ്രാപിക്കാൻ ഒരു വഴിയുണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഞാൻ ആ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തു. ആ പ്രാർത്ഥനാ യോഗത്തിൽ വെച്ചാണ് ചന്ദ്രപ്രകാശ് എന്ന് പറയുന്ന എനിക്ക് മാനസാന്തരം ഉണ്ടായത്. കർത്താവിന്റെ സ്തോത്രം. എന്നെ ആരും ഇതിൽ ഉന്തി തള്ളി കൊണ്ടുവന്നതോ എന്നെ ആരും മതം മാറ്റിയതോ അല്ല. എന്റെ ജീവിതത്തിലുണ്ടായ വ്യക്തമായ രൂപാന്തരങ്ങൾ, കർത്താവിന് സ്തോത്രം, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, കർത്താവിന് സ്തോത്രം, ഞാൻ വളരെ അത്ഭുതപ്പെടുന്നു. ഇപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെടുന്നു എങ്ങനെ എനിക്ക് മാറ്റമുണ്ടായി എന്ന കാര്യത്തിലാണ്. തിന്നാനും കള്ളം പറയാനും ചീത്ത വിളിക്കാനും വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന നാവാണ്, വായാണ് എന്റേത്. എന്റെ കണ്ണിൽ അശുദ്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ ഹൃദയത്തിൽ അശുദ്ധി മാത്രമേ ഉണ്ടായിരുന്നു. പാപ പങ്കിലമായ ജീവിതം നയിച്ച ആളായിരുന്നു ഞാൻ. എനിക്ക് എങ്ങനെ ഇങ്ങനെ മാറ്റമുണ്ടായി എന്ന കാര്യത്തിൽ ഇന്നും എനിക്ക് അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ വചനം, ഞാൻ ആ കർത്താവിന്റെ വചനം ഓർക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു, പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു, ഇതിനൊക്കെയും അതെ ദൈവം തന്നെ കാരണഭൂതൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഉപവസിച്ചത്, പ്രിയപ്പെട്ടവരെ, എന്നെ ചീത്ത വിളിക്കുന്ന, എന്റെ ചീത്ത സ്വഭാവങ്ങളും എന്റെ ചീത്ത ശീലങ്ങളും ചീത്ത വിളിക്കുന്നതൊക്കെ മാറാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഉപവസിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുന്ന എന്റെ അധരങ്ങൾ കൊണ്ട് മോശമായ ഒരു വാക്കും പറയരുത്. രക്തത്തിൽ കലർന്നുപോയ പാപ സ്വഭാവങ്ങൾ, ജഡിക സ്വഭാവങ്ങൾ, ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് എന്റെ ആയുസ്സിൽ ഞാൻ ആദ്യമായിട്ട് ഉപവസിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഒത്തിരി പ്രതീക്ഷയോടെ, ഒത്തിരി സന്തോഷത്തോടുകൂടെ ഞാൻ ആ വിശുദ്ധ മീറ്റിംഗിൽ പങ്കെടുത്തു. ഒത്തിരിയും കാര്യങ്ങളാണ് അവിടെ പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് എനിക്ക് മനസ്സിലായത്. ആദ്യമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞത് വാസ്തവമായിട്ടും ഈ പ്രപഞ്ചത്തിൽ ഒരു ദൈവമുണ്ട് എന്ന സത്യമായി എനിക്ക് മനസ്സിലായത്. കർത്താവിന്റെ സ്തോത്രം. എന്റെ 18 വയസ്സ് വരെ ഞാനൊരു മതഭക്തനായിരുന്നു. ഞാൻ എന്റെ ഭക്തി ആരംഭിക്കുന്നത് എനിക്ക് 5ാം ക്ലാസ്സിൽ നീലേശ്വരം MSc-LP സ്കൂളിൽ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, കർത്താവിന്റെ സ്തോത്രം, നീലേശ്വരം MSc-LP സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ അപ്പനും അമ്മയും ഒക്കെ തീർത്ഥാടനത്തിനായിട്ട് പളനിക്ക് കടന്നു പോകുന്നത്. വീടുകൾ തോറും കയറി ഇറങ്ങി കാവടിയുമായിട്ട് പൈസകൾ ശേഖരിച്ച് അവർ പളനിക്ക് പോകുന്നു. ഞാനും എന്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞ് എനിക്കും താല്പര്യമുണ്ട് വരാൻ. ഞാൻ നീലേശ്വരം MSc-LP സ്കൂളിലെ അന്നത്തെ ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന ജോർജ് സാറിനോട് ചെന്ന് പറഞ്ഞു, ഈ ആനുവൽ എക്സാം എഴുതുവാൻ ഞാനും കാണത്തില്ല, അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഞാൻ പളനിക്ക് പോവുക. ഉടനെ അദ്ദേഹം പറഞ്ഞു, നീ പളനിക്ക് പോക്കോ, പക്ഷേ ആനുവൽ എക്സാം എഴുതാത്തത് കൊണ്ട് നീ പളനി പോയിട്ട് മടങ്ങി വന്ന് നീ 1 വർഷം കൂടെ 3ാം ക്ലാസ്സിൽ പഠിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ 1 വർഷം കൂടെ 3ാം ക്ലാസ്സിൽ പഠിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ തീർത്ഥാടനം ആരംഭിച്ചതാണ്. പളനി, ശബരിമല, കേരളത്തിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ കർത്താവിന്റെ സ്തോത്രം. ഞാൻ എന്റെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ജീവിതം എന്റെ വ്യക്തിപരമാണ്. എനിക്ക് ഇഷ്ടമുള്ളവരെ ജീവിക്കും, എനിക്ക് ഇഷ്ടമുള്ള വഴികളിൽ ഞാൻ നടക്കും. എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അത് ദൈവമായാൽ പോലും. എന്റെ ജീവിതം എന്റെ സ്വകാര്യമാണ്, എന്റെ വ്യക്തിപരമാണ്. അതെനിക്ക് ബോധിച്ച വഴികളിൽ ഞാൻ നടക്കും. എന്നിട്ട് ദൈവത്തോടുള്ള കടപ്പാട് തീർപ്പാൻ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലോ പുണ്യസ്ഥലങ്ങളിലോ കടന്നുപോയി എന്തെങ്കിലും വെടിയോ വഴിപാടോ മെഴുകുതിരിയോ ഒക്കെ കൊടുത്ത് ദൈവത്തോടുള്ള കടപ്പാട് തീർക്കും. ദൈവത്തിനും സുഖം, എനിക്കും സുഖം. ഇങ്ങനൊരു ധാരണയാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്റെ 18 വയസ്സ് വരെയുള്ള മതഭക്തിയും അങ്ങനെയായിരുന്നു.
എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ കൊടുക്കുന്നതിലൊന്നും ദൈവം പ്രസാദിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. ദൈവം എന്നെ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിൽ എന്നെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഞാൻ ജീവിക്കേണ്ട ഒരു പാത ദൈവം ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിലൂടെ ഈ ഭൂമിയിൽ എങ്ങനെയാണ് പാർക്കേണ്ടതെന്നുള്ള വ്യക്തമായ നിയോഗങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ഞാൻ എന്നെ ദൈവത്തിന് കൊടുക്കാതെ ഞാൻ എന്ത് ദൈവത്തിന് കൊടുത്താലും ദൈവം അതിൽ തൃപ്തനാകുകയില്ല എന്ന് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക. കർത്താവിന് സ്തോത്രം. ദൈവം എന്നെ ആഗ്രഹിക്കുന്നു. ആമേൻ. എനിക്ക് കർത്താവിന് സ്തോത്രം. ഈ ചെറിയ പ്രായത്തിലെ തീർത്ഥാടനം ഒക്കെ ആരംഭിച്ചത് എന്റെ മാതാപിതാക്കളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയും എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയൊക്കെയാണ്. കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥത കിട്ടാൻ വേണ്ടിയൊക്കെയാണ്. എന്നാൽ എനിക്ക് ആ മീറ്റിംഗിൽ വെച്ച് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തുവിന്റെ ചോരയിലൂടെയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമുണ്ട്. വിശുദ്ധ ബൈബിൾ അങ്ങനെ പറയുന്നു. ആമേൻ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. യേശുവിന്റെ ചോരയിലൂടെയാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ഏതൊരുവന്റെയും പാപത്തിന്റെ പരിഹാരമെന്ന് ഞാൻ ആ മീറ്റിംഗിൽ കേൾക്കുക. മറ്റൊന്ന്, യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാണ്. കർത്താവിന് സ്തോത്രം. ധാരാളം ആൾക്കാർ അവിടെ മീറ്റിങ്ങിന് കൂടിയിരുന്നു. മാനസിക രോഗികളുണ്ട്, രോഗികളായ ആൾക്കാരുണ്ട്. ശരീരം മുഴുവനും പൊട്ടിയൊലിച്ച്, പഴുത്ത് വ്രണമായി പൊട്ടിയൊലിച്ച് കരിങ്കുഷ്ഠമെന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, ആ രോഗിയായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ബലഹീനരായ ഉപദേശിമാർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ കരിങ്കുഷ്ഠം മാറി ആ മനുഷ്യൻ സൗഖ്യമായി. കർത്താവിന് സ്തോത്രം. മനോരോഗികൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞു, എന്നെ ആരും ഇതിൽ ഉന്തിത്തള്ളിയോ ഞെക്കി പഴിപ്പിച്ചോ ഒന്നും എനിക്ക് കൊണ്ടുവന്നതല്ല. എന്റെ കണ്ണിന് മുമ്പിൽ ഈ സത്യങ്ങളെല്ലാം വെളിപ്പെട്ട് കിടക്കുക. എനിക്ക് പിന്മാറി പോകാൻ കഴിയാത്ത വിധത്തിൽ, ഉപേക്ഷിച്ചിട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ എന്റെ കണ്ണിന് മുമ്പിൽ ഈ സത്യങ്ങളെല്ലാം വെളിപ്പെട്ട് കിടക്കുക. കർത്താവിന് സ്തോത്രം. അവിടെ പ്രസംഗിച്ച മാറ്റമില്ലാത്ത വചനത്തിന് മുൻപിൽ ആ വചനം മുഖാന്തരമായിട്ട് എന്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, 18 വയസ്സ് വരെ ചെയ്തു പോയ സകല പാപങ്ങളും ഞാൻ അവിടെ നിന്ന് ഓർത്തു. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. എന്തെല്ലാം അധർമ്മങ്ങൾ ചെയ്തു കൂട്ടി, എന്തെല്ലാം പാപങ്ങൾ ചെയ്തു കൂട്ടി. കർത്താവിന് സ്തോത്രം. തൊട്ടടുത്തിരുന്ന ഒരു സഹോദരന്റെ കയ്യിൽ നിന്ന് ഒരു ബൈബിൾ ഞാൻ വാങ്ങി. 1994 ഡിസംബർ മാസം 29, 30, 31 തീയതികളിലാണ് ഈ മീറ്റിങ്ങുകൾ. ഡിസംബർ മാസം 31-ാം തീയതി രാത്രി 11:30 സമയം തൊട്ടടുത്തിരുന്ന സഹോദരന്റെ കയ്യിൽ നിന്ന് ഒരു കറുത്ത ബൈബിൾ വാങ്ങി ആ ജനക്കൂട്ടത്തിന് നടുവിൽ ഞാൻ എഴുന്നേറ്റ് നിന്നു. ഞാൻ അവരോട് പറഞ്ഞു, യേശു ക്രിസ്തുവാണ് ഇനി എന്റെ കർത്താവ്. കർത്താവിന്റെ സ്തോത്രം. വാസ്തവമായിട്ട് പിശാചിനാൽ ഭരിക്കപ്പെട്ടവനായിട്ട്, അധർമ്മമൂർത്തിയായ ഇരുളിനാൽ ഭരിക്കപ്പെട്ടിരുന്ന ഞാന് ആ ജനക്കൂട്ടത്തിന് നടുവിൽ ഒട്ടും അമാന്തിച്ചു നിൽക്കാതെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവാണ് ഇനി എന്റെ കർത്താവ്. അപ്പോൾ വരെ എന്നിൽ അധികാരം നടത്തിയിരുന്ന ഇരുളിന്റെ അധികാരിയായ പിശാച് എന്റെ ജീവിതം വിട്ട് പുറത്തുപോയി. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്ത് കഠിനപ്പെട്ടു പോയ എന്റെ മനസ്സാക്ഷി ശുദ്ധമായി തീർന്നു. ഞാനൊരു പിഞ്ചു കുഞ്ഞിനെ പോലെയായി മാറി. ഹൃദയം നിറയെ സമാധാനം കിട്ടി, ഹൃദയം നിറയെ സന്തോഷം കിട്ടി. കർത്താവിന് സ്തോത്രം. ആ സഭ ഒന്നടങ്കം എനിക്കായിട്ട് പ്രാർത്ഥിച്ചു. ആദ്യമായിട്ടാണ് അവരുടെ മീറ്റിംഗിൽ ഒരു അക്രൈസ്തവനായ സഹോദരൻ എഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്. അവരെല്ലാവരും എനിക്കായിട്ട് പ്രാർത്ഥിച്ചു. ഒരു കറുത്ത ബൈബിൾ അവരെനിക്ക് സംഭാവനയായിട്ട് നൽകി. ആ ബൈബിളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ എന്റെ ഭവനത്തിലേക്ക് വന്നു. കർത്താവിന് സ്തോത്രം. നാട്ടുകാരെല്ലാം എനിക്കെതിരായി. ചന്ദ്രപ്രകാശ് 2 ലക്ഷം രൂപ വാങ്ങി മതം മാറിയിരിക്കുന്നു എന്ന് ദേശത്തെല്ലാം പ്രചരിപ്പിക്കപ്പെട്ടു. കർത്താവിന് സ്തോത്രം. ഭയങ്കരമായ പ്രശ്നങ്ങളായി. എന്റെ അച്ഛന്റെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, ഇവരൊക്കെ പല രാത്രിയിൽ ഇവരാരും വീട്ടിൽ വരാറില്ല. കാരണം ഇവർ ഈ കഞ്ചാവും ചാരയും ഒക്കെ ഉപയോഗിച്ച് ഷാപ്പ് അടയ്ക്കുമ്പോഴാ ഷാപ്പിൽ നിന്ന് ഇറങ്ങുന്നത്. ഷാപ്പ് അടയ്ക്കുന്ന സമയത്ത് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ പലരും വീട്ടിലെത്തിച്ചേരാറില്ല. വരുന്ന വഴിയിൽ തന്നെ വല്ല ഓടയിലോ കടത്തിണ്ണകളിലൊക്കെ കിടക്കുകയാണ്.
വഴിയോരങ്ങളിൽ കിടക്കുന്ന പട്ടിയുടെ കൂടെ കിടന്നുറങ്ങി. നേരം വെളുക്കുമ്പോഴാണ് പലരും വീട്ടിൽ വരാറുള്ളത്. പക്ഷെ അതൊന്നും ഇവിടുത്തെ ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. ഇവിടുത്തെ മതപ്രവർത്തകർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്കൊന്നും ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. ആരും നശിച്ചു പോകുന്നതിൽ ആർക്കും ഒരു ദുഃഖവുമില്ല, യാതൊരു പ്രയാസവുമില്ല. പക്ഷേ കറുത്ത വേദപുസ്തകം എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് യേശുവിനെ വിളിച്ച് ജീവിതത്തിൽ രൂപാന്തരമുണ്ടായി സമാധാനവും സ്വസ്ഥതയും പ്രാപിക്കുമ്പോൾ സമൂഹമെല്ലാം അങ്ങനെയുള്ളവർക്കെതിരായി മാറുകയാണ്. ദേശമെല്ലാം എനിക്കെതിരായി മാറി. എന്തു വില കൊടുത്തും ഈ മാർഗത്തിൽ നിൽക്കുവാൻ കർത്താവ് കൃപ തന്നു. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, അമ്മ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരണം. ഇത് സമാധാനം കിട്ടുന്ന ഒരു മാർഗമാണ്, സന്തോഷം കിട്ടുന്ന മാർഗമാണ്, ഇത് പ്രത്യാശ ഉണ്ടാകും, നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ കറുതി ഉണ്ടാകും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അമ്മ പറഞ്ഞു, മോനെ, ഞാൻ ഒരു കാളി ഭക്തയാണ്, ഞാൻ ഒരിക്കലും കാളിയെ വിട്ട് നിന്റെ കൂടെ വരികയില്ല. ഞാൻ പറഞ്ഞു, ശരി അമ്മ, ഒരു കാര്യം ചെയ്യും, അമ്മ ഈ ബൈബിൾ ഒന്ന് തുറന്ന് വായിക്കാമോ? അമ്മ ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങി. അമ്മ ബൈബിൾ തുറന്ന് വായന ആരംഭിച്ചു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അമ്മ വായിച്ചു. എന്നിട്ട് ഒരു കുഞ്ഞാടിനെ പോലെ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരുവാൻ തുടങ്ങി. എൻ്റെ അമ്മയും ഞാനും കർത്താവിന്റെ വിശ്വാസികളായി. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. 7 വർഷമായി, 7 വർഷമാണ് ഞാനും എൻ്റെ അമ്മയും ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചത്. 7 വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 7ാം വർഷം ദൈവം, കാരുണ്യവാനായ ദൈവം, മഹാദൈവം തന്നെ എൻ്റെ അനുജനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. ഒത്തിരി സന്തോഷമാണ്. ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത സ്ഥാനത്താണ് എൻ്റെ അനിയന് മാനസാന്തരം ഉണ്ടാകുന്നത്. കർത്താവിന് സ്തോത്രം. ഞാൻ ഇടയ്ക്ക് ഞാനത് പറയുകയാണ്, എൻ്റെ അനുജനുണ്ടായ രൂപാന്തരം. കർത്താവിന് സ്തോത്രം. പെരുങ്കുളം എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എൻ്റെ അനിയന് മാനസാന്തരം ഉണ്ടാകുന്നത്. ഒരിക്കൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയെ കാണുവാനായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച, എൻ്റെ അനുജൻ മദ്യപിച്ച് ലക്കുകെട്ട് എൻ്റെ ചിറ്റപ്പനെ അടിക്കുവാനായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. ഞാൻ ഓടിപ്പോയി അനിയന്റെ കയ്യിൽ പിടിച്ചിട്ട്, നീ ഇപ്പോൾ തന്നെ ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് എൻ്റെ കൂടെ ഞങ്ങളുടെ ചർച്ചിലേക്ക് വരണമെന്ന് പറഞ്ഞു. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ ബഹുമാനവും ഒരു ചെറിയ സ്നേഹവും എൻ്റെ കൂടെയുണ്ട്. അവനൊരു ക്രിമിനൽ മൈൻഡുള്ള സഹോദരനാണ്. ചെറുതിലേ പാപത്തിന്റെ വഴികളിലേക്ക് പോകുകയും കേരളം വിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് പല സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത് മുൻപോട്ട് പോകുക ആളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മുക്കുപണ്ടം കേസിൽ പ്രതിയായിട്ട് നാട് വിട്ടു പോയത് നേരെ ഗുജറാത്തിലേക്കാണ്. അവിടെ അഹമ്മദാബാദിൽ മദ്യക്കച്ചവടവും മയക്കുമരുന്ന് കള്ളക്കടത്തുമായിട്ടാണ് 15-കാരനായ എൻ്റെ അനുജൻ അവിടെ ജീവിതം ആരംഭിക്കുന്നത്. കർത്താവിന് സ്തോത്രം. എന്നാൽ ആമേൻ, കർത്താവിന് സ്തോത്രം. എൻ്റെ കല്യാണത്തോടുള്ള ബന്ധത്തിലാണ് എൻ്റെ അനുജൻ നാട്ടിലേക്ക് വരുന്നത്. ഈ നാട്ടിലേക്ക് വരുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. നാട്ടിലേക്ക് വരുന്നത് തന്നെ തനിക്ക് റിസർവേഷൻ കിട്ടാത്തത് കൊണ്ട് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ലോക്കൽ കമ്പാർട്ട്മെന്റിൽ തന്റെ സാധനങ്ങളെല്ലാം കയറ്റിയിട്ട് താൻ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നു. ലോക്കൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ തന്റെ കയ്യിൽ എപ്പോഴും മദ്യമോ മയക്കുമരുന്നോ സ്റ്റോക്ക് ഉണ്ടാവും. ഇവൻ വിദഗ്ധനായ ക്രിമിനൽ ആയതുകൊണ്ട് ഇവനെ ആർക്കും പിടിക്കാൻ കഴിയില്ല. അത്ര തന്ത്രപരമായിട്ടാണ് അവന്റെ നീക്കങ്ങൾ. അവിടെ വാട്ടർ ബോട്ടിൽ പോലെയുള്ള വലിയ 4-5 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാപ്പുള്ള വാട്ടർ ബോട്ടിൽ, അത് കണ്ടു കഴിഞ്ഞാൽ, കളർ ആയതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അത് വാട്ടർ ബോട്ടിൽ തന്നെയാണെന്നേ പറയുകയുള്ളൂ. പക്ഷെ അത് നിറയെ മദ്യം കൊണ്ട് ട്രെയിനകത്തോട്ട് കയറുന്നു. കുടിച്ച് ലക്ക് കെട്ടപ്പോൾ അവന് തോന്നി ലോക്കൽ കമ്പാർട്ട്മെന്റ് ആണ്, അവിടെ തറയിൽ പ്ലാറ്റ്ഫോമിൽ പോലും ആൾക്കാർ ഇരിക്കുകയാണ്, ബെർത്തിൽ ആൾക്കാർ ഇരിക്കുകയാണ്, എങ്ങും ഒരു സൂചി കുത്തുവാൻ പോലും ഇടമില്ലാത്ത സാഹചര്യം. ഈ സമയത്ത് പെട്ടെന്ന് അവന് തോന്നുകയാണ്, മേളിൽ ബെർത്തിലൊക്കെ ആൾക്കാർ ധാരാളം പേര് കയറി സുഖമായിട്ട് ഇരിക്കുന്നു, താഴെ പ്ലാറ്റ്ഫോമിലും ആൾക്കാർ ഇരിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ഈ മുകളിലുള്ള ബെർത്തിലുള്ള ആൾക്കാരെ എല്ലാം കൂടെ ഇറക്കി താഴെ ഇരുത്തിയിട്ട് താഴെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ മേളിൽ കയറ്റി ഇരുത്തി സഹായിക്കാം എന്ന് പുള്ളി ചിന്തിച്ച് അങ്ങനെ കമ്പാർട്ട്മെന്റിനകത്ത് അടി ഉണ്ടാക്കി. അങ്ങനെ പുള്ളിക്കാരൻ ചെയ്തു. അതിന് പ്രത്യുപകാരം എന്ന നിലയിൽ രാത്രി 3 മണിക്ക് ഇദ്ദേഹം ട്രെയിനിലെ ഡോറിൽ വന്ന് വെളിയിൽ പ്രകൃതിയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആമേൻ, അതെ, അതിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാർ അവനെ ചവിട്ടി ഡോറിന് വെളിയിലേക്ക് തെറിപ്പിച്ചു കളഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ആമേൻ ഏതോ ഒരു കാട്ടിൽ, കുറ്റിക്കാട്ടിൽ അനുജൻ വീണു.
ശരീരമാസകലം കീറി മുറിഞ്ഞവിടെ കിടന്നു. നേരം വെളുക്കുമ്പോൾ ബോധം തെളിയുന്നു. നേരെ എങ്ങനെയോ തപ്പിപ്പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ കംപ്ലൈന്റ് ചെയ്തു. അവിടുന്ന് എന്റെ കല്യാണത്തിന്റെ തലേ ദിവസം ടീ പാർട്ടി നടക്കുമ്പോൾ എന്റെ അനുജൻ തന്റെ ശരീരമാസകലം കീറി മുറിഞ്ഞ് ഒന്നുമില്ലാത്തവനായി ഒരു പ്ലാസ്റ്റിക് കവറിൽ എന്തൊക്കെയോ സാധനങ്ങളുമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് അനിയൻ വരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കടന്നുപോയി. കർത്താവിന് സ്തോത്രം. ഈ സമയത്ത് അനുജൻ വീട്ടിൽ താമസിക്കുന്നു. അമ്മയുണ്ട്, 100 കണക്കിന് കൂട്ടുകാരുണ്ട്. ഇന്നും മദ്യപാനം, ബഹളങ്ങൾ. കർത്താവിന് സ്തോത്രം. ഏറ്റവും ഒടുവിൽ ഞാൻ അമ്മയെ കാണാൻ വരുമ്പോൾ കണ്ട കാഴ്ചയാണ് അനുജൻ മദ്യപിച്ച് ലക്കുകെട്ട് ചിറ്റപ്പനെ അടിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ കയ്യോടെ അനുജനെ പിടിച്ച് എന്റെ കൂടെ ഞങ്ങൾ പാർക്കുന്ന സഭയിലേക്ക് കൊണ്ടുപോകുന്നു. എന്റെ കൂടെ സഭയിൽ അദ്ദേഹത്തെ താമസിപ്പിച്ചു. അദ്ദേഹം ചെറുതിലേ വഴിതെറ്റിപ്പോയ ആളായതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. ദൈവത്തിലും വിശ്വാസമില്ല, മനുഷ്യനെ ഭയവുമില്ല. അങ്ങനെയാണ് അദ്ദേഹം വളർന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് പാർക്കുവാനായിട്ട് സഭയിൽ ഒരു മുറി കൊടുത്തു. അദ്ദേഹത്തിന് മുറിയിൽ അദ്ദേഹം പാർക്കും. ഈ ആത്മീയ കാര്യങ്ങളിൽ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വഴി, എനിക്ക് എന്റെ വഴി. കർത്താവിന്റെ സ്തോത്രം. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥന ആരംഭിക്കുന്നു. ആൾക്കാർ ധാരാളം കടന്നു വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. ഒരു ഞായറാഴ്ച ഇങ്ങനെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ സ്തോത്രം, എന്റെ അടുക്കൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഒരാൾ വന്നിരുന്ന് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം എന്ന വാക്ക് പറയുന്നു. ഞാൻ വിചാരിച്ച ആരെങ്കിലും അതിഥികളായിട്ട് കൂടെ പഠിച്ച് കർത്താവിന്റെ ദാസന്മാർ ആരെങ്കിലും ഗസ്റ്റായിട്ട് വന്നതായിരിക്കും എന്ന് കരുതി കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, എന്റെ അനുജൻ ചന്ദ്രപ്രസാദ് എന്റെ അടുക്കലിരുന്ന് ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ദി ലോർഡ് എന്ന വാക്ക് പറയുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്തോ ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഇവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവന്റെ വായി തുറന്ന് ദൈവത്തെ സ്തുതിക്കുകയില്ല. ആരാധന കഴിഞ്ഞിട്ട് ഈ സഹോദരൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിന്റെ പരിപാടി എന്തോ അവിടെ? ഇവിടെ എന്തോ പരിപാടി? ഞാൻ എന്റെ മുറിയിൽ സമാധാനത്തോടെ കഴിയുകയായിരുന്നു. ഞാൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് എന്റെ മുറിയിൽ കിടക്കുന്ന സമയത്ത് ഒരു കറുത്ത രൂപം, അത് എന്റെ ശരീരത്തിന് പുറത്തിറങ്ങിയെന്ന് എനിക്ക് അറിയില്ല, വെളിയിൽ വന്നതാണെന്നും എനിക്കറിയില്ല. ഒരു കറുത്ത രൂപം, ദൈവത്തെ ഭയമില്ല, പിശാചിനെ ഭയമില്ല, മനുഷ്യനെ ഭയമില്ലാതെ കിടന്നിരുന്ന എന്റെ മുറിയിലേക്ക് ഒരു കറുത്ത രൂപം കടന്നു വന്നു. ഞാൻ കിടന്നിരുന്ന കട്ടിലിനോട് ചേർന്ന് എന്റെ കഴുത്ത് ജരിച്ച് എന്നെ കൊല്ലുവാനായി ശ്രമിച്ചു. ഈ സമയത്ത് ആ കറുത്ത ശക്തിയുടെ കരവലയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞാൻ ആ മുറിക്കകത്ത് ഇറങ്ങി ഓടി. അങ്ങനെ ഓടി വന്നതാണ് നിങ്ങളുടെ സഭാഹൂളിനകത്തേക്ക്. ഒടുവിൽ നിങ്ങൾ പറഞ്ഞ സ്തോത്രവും സ്തുതിയും ഹല്ലേലൂയയും പറഞ്ഞപ്പോഴാണ് ആ ഇരുളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. നിങ്ങളുടെ പരിപാടി എന്താ? നിങ്ങളുടെ പരിപാടി എന്താ? ഞാൻ പറഞ്ഞു, പൊന്നു സഹോദര, ഈ ലോകത്തിൽ ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ ആഗ്രഹിക്കുന്നു. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ തന്റെ അവസാന തുള്ളി രക്തം വരെയും ചീന്തിയത്. നിന്റെ കടും ചുവപ്പാവുന്ന പാപങ്ങൾ നീ കർത്താവിനോട് മനസ്സ് വെച്ച് ഏറ്റുപറയുന്നുവെങ്കിൽ നിന്നോട് നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് നിന്നെ അവിടുത്തെ പൊന്നു മകനാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട് സഹോദരൻ ചോദിച്ചൊരു ചോദ്യമാ, എന്റെ പാപങ്ങൾ യേശു സൗജന്യമായിട്ട് ക്ഷമിക്കുമോ? കാരണം എത്രയോ അധർമ്മങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയുണ്ട്. കൊല്ലും കൊലയ്ക്കും ഞാൻ കൂട്ടുനിന്നവനാണ്. മഹാപാപിയായി ഇന്ത്യ മുഴുവനും യാത്ര ചെയ്ത് സകല വഷളത്തരങ്ങളും പ്രവർത്തിച്ചവനാണ് ഞാൻ. എന്നാൽ നിന്റെ കടും ചുവപ്പായിരിക്കുന്ന പാപങ്ങൾ യേശു ക്രിസ്തുവിന്റെ ചോരയിലൂടെ കഴുകപ്പെടുമെന്നും ഹിമം പോലെയായി മാറുമെന്നുമുള്ള ദൈവിക സന്ദേശം എന്റെ സഹോദരനോട് കൈമാറുവാൻ കർത്താവ് ഇടയാക്കി. ആമീൻ. എന്റെ അനുജൻ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ അരികിലേക്ക് വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയേറെ തീവ്രവാദപരമായിട്ട് ഒരാള് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് കാണുന്നത്, കർത്താവിങ്കിലേക്ക് വരുന്നത് കാണുന്നത്. അദ്ദേഹം രക്ഷയിലേക്ക് വന്നിട്ട് 21 രാവും 21 പകലും ആഹാരം കഴിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞു വേക്ഷിച്ച് ദൈവകൃപ പ്രാപിച്ച് ദൈവത്തിന്റെ വചനം പഠിക്കാൻ ഇന്ത്യയിലുടനീളമുള്ള ഒരു മിഷൻ വർക്കിനെ ആഗ്രഹിച്ചുകൊണ്ട്, ഇംഗ്ലീഷ് ഭാഷ പഠിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഡൽഹി, അതെ, ഹരിയാന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക്, ഡോക്ടർ പോൾ പിള്ള അങ്കിൾ നടത്തുന്ന ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് പോകുവാൻ താൻ അവിടെ അപേക്ഷ നൽകി. 10ാം ക്ലാസ് പാസ്സായിട്ടില്ലാത്ത അനുജന് അവിടെ BTH അഡ്മിഷൻ കിട്ടി. ആ കോളേജ് ചേർന്ന് 3 വർഷം അനുജൻ
ദൈവത്തിന്റെ വചനം പഠിക്കാൻ ഇടയായി. ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യം കർത്താവ് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. തന്റെ കോഴ്സിന് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം തുഗ്ലക്കാബാദ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവിടെ കർത്താവിന്റെ മഹത്വമുള്ള വേല ആരംഭിച്ചു. ഇന്ന് ഡൽഹിയിലെ തുഗ്ലക്കാബാദിൽ ചർച്ചും സ്കൂളും, അതുപോലെ UP-യില് അതേ കർത്താവിന്റെ സ്തോത്രം, അവിടെയും സ്കൂളും ചർച്ചുകളുമായിട്ട് ഇന്ത്യയിലുടനീളം അനേക സഭകളും അനേക മിഷണറിയുമായി മിഷൻ വർക്കുമായി കർത്താവിന്റെ വേല വളരെ ഭംഗിയായിട്ട് ആ സഹോദരൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ എന്റെ സാക്ഷ്യത്തിനിടയിൽ ഞാൻ എന്റെ അനുഭവം കൂടെ, എന്റെ അനുജന്റെ അനുഭവം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. എന്നാൽ ഞാൻ തിരിച്ച് എന്റെ അനുഭവത്തിലേക്ക് വരട്ടെ. കർത്താവിന് സ്തോത്രം. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു. സുവിശേഷ വിരോധികളുടെ ശക്തമായ എതിർപ്പുകൾ നേരിട്ടു. അതിനെ ഒന്നും വകവയ്ക്കാതെ കർത്താവിന്റെ കൃപയിൽ ഞാനും അമ്മയും ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥനയോടെ കടന്നുപോയി. കർത്താവിന് സ്തോത്രം. ജോലികളൊക്കെ ചെയ്ത്, പഴയ ജോലികളൊക്കെ ചെയ്ത്, ആഴ്ചയിൽ 1-2 ദിവസം ജോലി ചെയ്തുകൊണ്ടാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കോളേജിലെ പഠനം പൂർത്തീകരിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. കാരണം ഒരാൾ ഹെൽപ്പ് ചെയ്യാനില്ലാതെ, ഒരാൾ സഹായിക്കാനില്ലാതെ, കുടുംബത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് സഹായിക്കാനില്ലാതെ ആഴ്ചയിൽ പല ദിവസങ്ങൾ പണി ചെയ്തുകൊണ്ടൊന്നും ആ കാലഘട്ടങ്ങളിൽ പഠിച്ച് വിജയിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാക്കാൻ പാടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് കോളേജ് വിദ്യാഭ്യാസം എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ആഴ്ചയിൽ പല ദിവസങ്ങളിലും പണിയെടുത്ത് ഞങ്ങളുടെ മിഷണറി ടീമിന്റെ കൂടെ ചേർന്ന് കൊട്ടാരക്കര പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും കയറിയിറങ്ങി, ഡോർ ടു ഡോർ കയറിയിറങ്ങി യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു വന്നു. എന്നാൽ എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ഒരു പൂർണ്ണ സമയം കർത്താവിന്റെ വേലക്കാരനാണെന്നുള്ള തിരിച്ചറിവ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും എനിക്ക് എന്റെ അപ്പന്റെ വേലയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. അങ്ങനെ എനിക്ക് ദൈവത്തിന്റെ വചനം പഠിക്കാനുള്ള അവസരങ്ങൾ കർത്താവ് ഒരുക്കി. മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ചേർന്നു. 1997 മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ പഠിക്കാൻ ദൈവം എനിക്ക് അവസരങ്ങളെ തന്നു. കർത്താവിന്റെ സ്തോത്രം. അവിടെ വെച്ചാണ് തിരുവെഴുത്തുകളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും ഒരു ബോധ്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത്. എന്റെ കോളേജ് വിദ്യാഭ്യാസത്തിലെ സെമിനാരി വിദ്യാഭ്യാസത്തിന് ശേഷം, സെമിനാരി ബൈബിൾ പഠനത്തിന് ശേഷം പുത്തൂരിലുള്ള കർത്താവിന്റെ ദാസൻ, ബഹുമാന്യ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മുളവന മോഹൻദാസ് അവരോട് ചേർന്ന് ചില വർഷങ്ങൾ കർത്താവിന്റെ മഹത്വമുള്ള വേല പുത്തൂർ പ്രദേശങ്ങളിൽ പരസ്യങ്ങളായിട്ടും സുവിശേഷ പ്രവർത്തനമായിട്ടും കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ പങ്കാളിയാകുവാൻ കർത്താവ് കൃപ ചെയ്തു. അപ്പോൾ തന്നെ ഞാനും എന്റെ കൂടെയുള്ള ചില സഹപ്രവർത്തകരും ചേർന്ന് പെരുങ്കുളം, കൊട്ടാരക്കര പെരുങ്കുളം എന്നൊരു സ്ഥലത്ത് അക്രൈസ്തവർ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു ദേശത്ത് കർത്താവിന്റെ മഹത്വമുള്ള വേല എന്റെ സ്നേഹിതരായ മറ്റ് 3 സഹോദരന്മാർ ചേർന്ന് ഞങ്ങൾ കടന്നുപോയി. ഒരു വീട്ടില് ആഴ്ചയിൽ ഒരിക്കൽ ഒരു മീറ്റിങ്ങോടുകൂടെ പെരുങ്കുളത്ത് ഒരു ആരാധന ആരംഭിപ്പാൻ കർത്താവ് കൃപ തന്നു. കർത്താവിന്റെ സ്വതന്ത്രം. ഈ സമയത്താണ് എന്റെ കല്യാണം നടക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, 18ാമത്തെ വയസ്സിൽ ഒറ്റയ്ക്ക് വിശ്വാസി വരികയാണ്. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ബന്ധുക്കളെ വിട്ട്, നാട്ടുകാരെയൊക്കെ വിട്ട് ഏകനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരികയാണ്. ആ കാലഘട്ടങ്ങളിലൊക്കെ 94 കാലഘട്ടങ്ങളിലൊക്കെ ഇന്നത്തെ പോലെയല്ല. വിശ്വാസ മാർഗത്തിലേക്ക് വരുന്നവർ വളരെ ചുരുക്കമാണ്. ആരെങ്കിലും വന്നാൽ തന്നെ വളരെയേറെ പ്രതികൂലങ്ങൾ കൊണ്ട് വളരെ വില കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്റെ ബന്ധുക്കളൊക്കെ ചോദിച്ചൊരു കാര്യമാണ്, ചന്ദ്രപ്രകാശെ, നീ പെന്തക്കോസ്ത് വിഭാഗത്തിലോട്ട് പോയി, നിന്റെ കാര്യങ്ങൾ എങ്ങനെയാകും? നിന്റെ കല്യാണം എങ്ങനെ നടക്കും? നിനക്ക് ആര് പെണ്ണ് തരും? നീ SNDP ശാഖയുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിച്ചല്ലോ, നിനക്ക് ആര് പെണ്ണ് തരും? നിന്റെ ജീവിതം എങ്ങനെയായി മാറും? നിന്റെ ഭാവി എന്തായി മാറും? എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സ്തോത്രം, എനിക്ക് 25 വയസ്സ് പ്രായം കഴിയുന്ന സമയം, എന്റെ 25 വയസ്സ് പ്രായം കഴിയുന്ന സമയത്താണ് എന്റെ കല്യാണം നടക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഞാനായിരിക്കുന്ന പുത്തൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചില് മുളവന മോഹൻദാസ് പാസ്റ്റർ കൂടെ ആയിരിക്കുമ്പോഴാണ് എനിക്കൊരു കല്യാണ ആലോചന കടന്നു വരുന്നത്. പല കല്യാണ ആലോചന വന്നിരുന്നു. അതിൽ ഒരു കല്യാണ ആലോചന വന്നു. അത് പത്തനംതിട്ട വാരിയാപുരം എന്ന സ്ഥലത്ത് നിന്നാണ് ഒരു ആലോചന വന്നു. അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഒരു കർത്താവിന്റെ ദാസൻ, സാമുവൽ ഗോപിനാഥ് എന്ന് പറഞ്ഞൊരു കർത്താവിന്റെ ദാസനാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, പത്തനംതിട്ട വാരിയാപുരം എന്ന് പറയുന്ന സ്ഥലത്തൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിലേക്ക് വന്നൊരു ഫാമിലി ഉണ്ട്, അവിടെ ഒരു പെൺകുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഫാമിലിയെ കുറിച്ച് അറിയാമോ? അറിയാം, എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു ഫാമിലിയാണ്. ഞാൻ പറഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വെക്കാം, ദൈവത്തിന് ഹിതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു.
ദൈവസന്നിധി കടന്നു വരികയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവിന്റെ ആത്മാവ് ഒരു ദർശനം എനിക്ക് നൽകി. ഞാൻ ആമേൻ അത് ആ പെൺകുട്ടിയെ കാണാനായിട്ട് ഞങ്ങൾ വരും ദിവസങ്ങളിൽ കടന്നു പോകും. എന്നാൽ അതിനു മുൻപ് ദൈവം ദർശനത്തിൽ ഒരു പെൺകുട്ടിയെ എനിക്ക് ദർശനത്തിൽ കർത്താവ് വെളിപ്പെടുത്തി. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്റെ ദർശനത്തിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തി. ഞാൻ എന്റെ സ്നേഹിതരോട് പറഞ്ഞു, ഞാൻ ദർശനത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാം, ദൈവം എന്നെ കാണിച്ച പെൺകുട്ടിയാണോ എന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു. ഞാനും എന്റെ സ്നേഹിതരായ കർത്തവ്യക്കാരും കൂടെ പത്തനംതിട്ട വാര്യാപുരത്ത് ആ വീട്ടിൽ ചെന്നു. ആ കർത്താവിന് സ്തോത്രം. ആ പെൺകുട്ടി കാണാനായി ഒരുങ്ങി വരുമ്പോൾ ദർശനത്തിൽ കർത്താവ് എനിക്ക് നൽകിയ ആ പെൺകുട്ടി തന്നെ അതേ വസ്ത്രവും ധരിച്ച് അദ്ദേഹം കടന്നു വന്നു. ഞാൻ എന്റെ സ്നേഹിതരോട് പറഞ്ഞു, ഞാൻ ഈ പെൺകുട്ടിയാണ് മുൻപേ കണ്ടത്, ഇദ്ദേഹത്തെ തന്നെയാണ് ഞാൻ കണ്ടത്, ഇതേ വസ്ത്രമാണ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. അങ്ങനെ അവരോട് സംസാരിച്ചു. കർത്താവിന്റെ ഹിതവും പദ്ധതിയും അനുസരിച്ച് ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ കർത്താവ് ഇടയാക്കി. നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എല്ലാവരും എന്റെ ബന്ധുമിത്രാദികളും സമൂഹവും ഒക്കെ വന്ന് പങ്കെടുക്കത്തക്ക വിധത്തിൽ വളരെ ഐശ്വര്യമായി അനുഗ്രഹത്തോടു കൂടെ എന്റെ വിശുദ്ധ വിവാഹം ഞങ്ങളുടെ ദേശത്ത് കർത്താവ് നടത്തി. കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ കുടുംബമായിട്ടാണ് പെരുങ്കുളത്ത് പോയി വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങളിവിടെ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്തത്. കർത്താവിന് സ്തോത്രം. ഞങ്ങളിവിടെ കടന്നു ചെല്ലുമ്പോൾ ആമേൻ, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, എന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഞാൻ വളർന്നതൊക്കെ ഒരു ഒറ്റയാനെ പോലെ വളർന്നു വരികയായിരുന്നു. ആമേൻ. സ്വന്തമായി ചെറിയ പ്രായം മുതലേ ജോലിയിൽ പൈസയെ കണ്ടെത്തുന്നത് കൊണ്ട് ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ, ആരുടെയും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാതെ ആമേൻ ദൈവത്തെ അതേ കർത്താവിന്റെ സ്തോത്രം ആ ഒരു രീതിയിലാണ് എന്റെ വരവ്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളൊക്കെ പഠിച്ചെങ്കിൽ തന്നെയും എന്റെ കാഴ്ചപ്പാടുകൾ വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെ രീതികൾക്കനുസരിച്ച് പോകുവാൻ എനിക്ക് ബുദ്ധിമുട്ടായി. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ രീതികൾക്കനുസരിച്ച് പോകുവാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ദൈവം തന്ന കാഴ്ചപ്പാട് മറ്റൊന്നാണ്, അതുകൊണ്ട് ദയവായി എന്നെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ 2001 മെയ് മാസം 17-ാം തീയതിയാണ് എന്റെ കല്യാണം നടക്കുന്നത്. 2001 തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സംഘടനയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയും സ്വതന്ത്രമായ നിലപാടോടുകൂടെ ദൈവം നൽകിയ കാഴ്ചപ്പാടനുസരിച്ച് കർത്താവിന്റെ മഹത്വമുള്ള വേല അന്നു മുതൽ ആരംഭിച്ചു. ഈ 2026 വരെയും അങ്ങനെ തന്നെ കഴിഞ്ഞ ആമീൻ 25 വർഷക്കാലമായി സ്വതന്ത്രമായി കർത്താവ് ആമീൻ ആഗ്രഹിക്കുന്ന തലങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ വെച്ചാണ് പെരുങ്കുളത്ത് ഞങ്ങൾ 2001 മുതൽ 2006 വരെയാണ് കർത്താവിന്റെ വേല ചെയ്തത്. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. അവിടെ വെച്ച് ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ നൽകി. മൂത്ത മകൻ സ്റ്റീഫൻ, ഇളയ മകൾ സ്റ്റെഫി. കർത്താവിന്റെ സ്തോത്രം. വളരെ ബുദ്ധിമുട്ടിന്റെ കാലമായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ ജീവിതങ്ങള്. പ്രത്യേകിച്ച് സംഘടനയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് സ്വതന്ത്രമായപ്പോ എല്ലാ സപ്പോർട്ടുകളും പിൻവലിക്കപ്പെട്ടു. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. എനിക്ക് ദൈവം എന്നെ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ആരുടെയും മുന്നിൽ കൈ നീട്ടാതെയും ആരുടെയും മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാതെയും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി മാത്രം ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുമെന്ന് ഒരു പരിശീലനം കർത്താവ് നടത്തുകയായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. വിശ്വാസത്താലുള്ള ജീവിതം ദൈവം ഞങ്ങളെ ആ കാലഘട്ടത്തിലാണ് പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. മിക്ക ദിവസങ്ങളിലും ഉപവാസങ്ങളും പ്രാർത്ഥനയുമാണ്. അത് ആത്മീയതയുടെ കൂടുതൽ കൊണ്ടല്ല, കാരണം പല ദിവസങ്ങളിലും ആഹാരം കാണുകയില്ല. ആമീൻ. എന്റെ ഭാര്യ മൂത്ത മകനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയം കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ സഭയിലെ പുതുതായി വന്ന പ്രിയപ്പെട്ടവരാണ് സഭയിലെ വിശ്വാസികൾ. ഒരു കുടുംബത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു നേരം ആഹാരം എന്റെ ഭാര്യയ്ക്ക് കൊടുക്കും. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഞങ്ങൾ പാർക്കുന്ന വീട്ടില് വേണ്ടത്ര ആഹാരമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ പാർക്കുന്ന വീട്ടില് വീട് വാടകയ്ക്ക് എന്ന് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. അവിടെ കപ്പ, അവിടെ ചീനി അവിടെ ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട്. അത് വിളഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും പാസ്റ്ററുടെ അവസ്ഥ വളരെ പരിതാപകരമായതുകൊണ്ട് അത് വാങ്ങി അത് പുഴുത് കഴിച്ചോളാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആമീൻ ഈ സാഹചര്യങ്ങളൊക്കെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കപ്പ പുഴുങ്ങി അത് മുളക് പൊടി കൂട്ടി കഴിക്കും. മുളക് പൊടിക്കകത്ത് ചേർക്കാൻ വെളിച്ചെണ്ണയൊന്നുമില്ല. അങ്ങനെ കാലഘട്ടം അങ്ങനെ മുമ്പോട്ട് പോവുക. ഒരാഴ്ച പട്ടിണി വന്നു. ഈ സമയത്ത് എന്റെ അനിയനും വിശ്വാസത്തിൽ വന്ന സമയമാണ്. ഒരാഴ്ച പട്ടിണി വന്നു, ആഹാരമില്ല. വൈഫിന് ഒരു നേരത്തെ ആഹാരം ഒരു വീട്ടിൽ നിന്ന് കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്കാർത്തി ഉച്ചയ്ക്ക് അവിടുന്ന് കഴിക്കും. രാവിലെ കപ്പ പുഴുങ്ങി മുളക് പൊടി കഴിക്കും. കർത്താവിന്റെ സ്ഥാനത്തിൽ ഞാൻ ഒരാഴ്ച ഉപവസിക്കാൻ തീരുമാനിച്ചു. കർത്താവിന്റെ സ്തോത്രം. എന്റെ അനുജന് ഈ കപ്പയും മുളക് പൊടിയും മാത്രമാണ് ആഹാരമായിട്ടുള്ളത്. അങ്ങനെ മുമ്പോട്ട് പോവാം. ശനിയാഴ്ച രാത്രിയിൽ കർത്താവിന്റെ സ്തോത്രം ഞാനൊരു ദർശനം കാണുക. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു വലിയ കവറിനകത്ത് നിറയെ പണം ഇട്ട് അടുക്കി
അതെന്നെ ഏൽപ്പിക്കുക, എന്നിട്ട് ഇത് എനിക്കുള്ളതാണെന്ന് അദ്ദേഹം പറയുക. ഞാൻ ഈ ദർശനം കണ്ടിട്ട് ഞായറാഴ്ച ആരാധനയിൽ ഞാൻ അനൗൺസ് ചെയ്തു. കഴിഞ്ഞ രാത്രി ദൈവം എന്നോട് സംസാരിച്ചു. ഒരു മനുഷ്യൻ ധാരാളം പണം ഒരു കവറിൽ അടുക്കി എന്നെ ഏൽപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്റെ അനിയൻ ഈ സമയത്ത് പറഞ്ഞു, അന്നേരം തന്നെ ആ സ്പോട്ടിൽ തന്നെ അനിയൻ ഇങ്ങനെ പറഞ്ഞു, ജ്യേഷ്ഠ, ഇത് ദർശനവും വെളിപ്പാടും ഒന്നുമല്ല. നീയും നിന്റെ ഭാര്യയും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പട്ടിണിയില്ല. പട്ടിണി കിടക്കുന്നവന് പണം വരുന്നു, പണം വരുന്നു, ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നതാണ്, അങ്ങനെ കണ്ടതാ. ഇത് ദർശനം വെളിപ്പാടും ഒന്നും അല്ലെന്ന് അനിയൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദര, നിനക്ക് ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ട് പരിചയമില്ലല്ലോ. ഇത് ദൈവത്തിന്റെ ഇടപെടൽ ഒരു പരിചയമാണ്, അതൊരു അനുഭവമാണ്. അതുകൊണ്ട് നിനക്ക് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും, അപ്പൊ നിനക്ക് വിശ്വാസമാകും എന്ന് പറഞ്ഞു. അന്ന് ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഞങ്ങൾ ആരാധന നടക്കുന്ന ഒരു വീട്ടിലാണ്. ആരാധനയും കഴിഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന താമസ സ്ഥലത്തേക്ക് വരുന്നു. തൊട്ട് താഴെ വീട്ടിൽ ഒരു ഫോൺ കോൾ വരുന്നു. ആമേൻ. ആ ഫോൺ എടുക്കാനായിട്ട് അനിയൻ പോയി ഫോൺ എടുക്കുമ്പോൾ അതിന്റെ മറുതലയ്ക്കൽ ഒരു സാറ് അദ്ദേഹം പറയുകയാണ്, ഞാന് നാളെ രാവിലെ 10 മണിക്ക് നിങ്ങൾ രണ്ടുപേരും കൊട്ടാരക്കര ഗാന്ധിമുക്കിൽ കടന്നു വരണം. ഞാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞു. നാളെ രാവിലെ 10 മണിക്ക് ഞാനും അനുജനും ഗാന്ധിമുക്കിലെത്തി. എന്റെ ഒരു സ്നേഹിതനാണ്, അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അദ്ദേഹം ഒരു സഭയിൽ ഗസ്റ്റായിട്ട് പ്രസംഗിക്കാൻ പോയി. പുൾപിറ്റിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ കൊടുക്കുകയാണ്, പെരുങ്കുളത്തുള്ള സുവിശേഷ വേലയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ. പരിശുദ്ധാത്മ നിയോഗത്താൽ അദ്ദേഹം ആദ്യമായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ പെരുങ്കുളത്തെ പ്രവർത്തനത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. ആ പ്രസംഗ ശേഷം ആ സഭയിലുള്ള വിശ്വാസികൾ വലിയ സമ്പാദ്യം, വലിയൊരു കളക്ഷൻ എടുത്തു. ഒരു വലിയ തുക അവർ ശേഖരിച്ചു. അത് വലിയൊരു കവറിലിട്ട് അടുക്കി അവർ പാക്ക് ചെയ്ത സാറിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, പെരുങ്കുളത്ത് പ്രവർത്തിക്കുന്ന ചന്ദ്രപ്രകാശ് എന്ന് പറയുന്ന കർത്താവിന്റെ വേലക്കാരന് ഇത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. രാവിലെ 10 മണിക്ക് ഞങ്ങൾ ആ ജംഗ്ഷൻ നിൽക്കുമ്പോൾ ഒരു കവർ നിറയെ പണവുമായിട്ട് ആ മനുഷ്യൻ വന്നിരിക്കുക. ഇത് നിങ്ങൾക്ക് തരാൻ ദൈവത്തിന്റെ ആത്മാവ് നൽകിയതാണെന്ന് പറഞ്ഞു. വിശ്വാസ ജീവിതം കർത്താവ് പഠിപ്പിക്കുക. എന്റെ അനുജനം ഇത് കാണുക, കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഈ പെരുങ്കുളത്ത് താമസിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു പക്ഷേങ്കിൽ മറ്റു മീഡിയയിലൂടെ, ഹാർവസ്റ്റ് ടിവിയിലൂടെ പോലെയുള്ള ചാനലുകളിലൂടെ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും, എനിക്ക് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തൊരു മഹാത്ഭുതമുണ്ട്. അത് ഈ പെരുങ്കുളത്ത് വെച്ചാണ്. ആമേൻ. ഞങ്ങള് പെരുങ്കുളത്ത് താമസിക്കുമ്പോൾ, പെരുങ്കുളം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിന്റെ കാലഘട്ടമാണ്. എല്ലാം കർത്താവിനോട് ചോദിച്ച് കഴിക്കുന്ന കാലമാണ്. എന്ത് ചോദിച്ചാലും കർത്താവ് തരും. അങ്ങനെ ഒരു ബന്ധമാണ് കർത്താവുമായിട്ട്. ഈ മഴക്കാലത്ത് പൊതുവെ ബുദ്ധിമുട്ടിന്റെ കാലമാണല്ലോ മഴക്കാലം. ഈ ചക്കയും ചക്കക്കുരു ഒക്കെ ഉള്ള കാലമാണ്. അപ്പോൾ ചക്കയും ചക്കക്കുരു കഴിച്ച് മടുത്തു. മഴക്കാലം, നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സമയം. ഒരു ദിവസം രാവിലെ ഉള്ളിലൊരു പ്രേരണ ഉണ്ടാവുക, അല്പം ഇറച്ചി കഴിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ രാവിലെ മുതൽ ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ, ഇറച്ചി കഴിച്ച നാളെ മറന്നുപോയി, അങ്ങനെ ഒരു സംഭവം കഴിച്ചതുകൊണ്ട് നാളെയും മറന്നുപോയി, അല്പം ഇറച്ചി തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. വൈഫിനെയും കൂട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു ആത്മനിയോഗത്താല, എന്തോ ഒരു ഉൾപ്രേരണയായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. ഉച്ചയായി, പുള്ളിക്കാരത്തി പോയി, ഞാൻ പിന്നെയും അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്തോ ഒരു ഉൾപ്രേരണ ഉണ്ടാവുകയാണ് പ്രാർത്ഥിക്കാനായിട്ട്. ഒരു 3 മണി സമയമാകുമ്പോൾ ഈ കതവിന്റെ അരക്കതവ്, 2 കതവായിട്ടാണ്, മേളിലും 2 പീസായിട്ടാണ് ഒരു കതവ്. അതിലെ മുകളിലെ ഭാഗം കതവ് തുറന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ ഒരു 10 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടി 2 കൈയിലും ഓരോ തൂക്കുപാത്രവുമായി ദൂരെ നിന്ന് ഞങ്ങളുടെ സഭയിലേക്ക് വരിക. അപ്പോഴേ മനസ്സിലായി എന്തോ അത്ഭുതം കാണാനായിട്ട് പോവാ. കർത്താവിന് സ്തോത്രം. ആ പെൺകുട്ടി അടുത്ത് വന്നിട്ട് പറയുകയാണ്, പാസ്റ്റർക്ക് തരാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നുവിട്ടതാ. ഇത് ഒരു പാത്രത്തിൽ അപ്പവുമുണ്ട്, ഒരു പാത്രത്തിൽ ഇറച്ചിയുമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളത് വാങ്ങി പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിച്ച് ഭക്ഷിച്ച അനുഭവങ്ങളുണ്ട്. ഏലിയാവിനെ കാക്കയിലൂടെ കർത്താവ് പോറ്റി പുലർത്തിയതുപോലെ കാക്കയ്ക്ക് പകരം ഒരു പെൺകുട്ടിയായിരുന്നത് മാത്രം. എത്രയോ അത്ഭുതങ്ങൾ ജീവിതത്തിൽ കണ്ടു, എത്രയോ അടയാളങ്ങൾ ജീവിതത്തിൽ കണ്ടു. 6 വർഷമാണ് ഞങ്ങൾ പെരുങ്കുളത്ത് കർത്താവിന്റെ വേല ചെയ്തത്. ധാരാളം പേര് അക്രൈസ്തവർ കർത്താവിലേക്ക് വന്നു. അവിടെ സഭാഹോളിൽ വസ്തു വാങ്ങി, സെമിത്തേരിക്ക് സ്ഥലം വാങ്ങി 6 വർഷം കർത്താവിന്റെ വേല അവിടെ ഭംഗിയായി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറിപ്പോകുന്നു. ഒരു 7 വർഷം ഞങ്ങൾ പുത്തൂരിൽ കർത്താവിന്റെ വേല ചെയ്തു. അവിടെ വെച്ചാണ് കുഞ്ഞുങ്ങൾക്ക് അസുഖവും പ്രയാസങ്ങളൊക്കെ പിടിപെടുന്നത്. ചിക്കൻ ഗുനിയയുടെ കാലഘട്ടം കേരളം ഒന്നാകെ
ചിക്കൻ ഗുനിയ, തക്കാളിപ്പനി എന്നൊക്കെ പറഞ്ഞ ഓമന പേരിൽ അറിയപ്പെട്ടിരുന്ന പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചൊരു കാലഘട്ടമാണ്. ഒരു രാത്രിയിൽ 2 കുഞ്ഞുങ്ങൾക്കും ചിക്കൻ ഗുനിയ വരുന്നു. ഈ നിസ്സഹായരായി തീരുക എന്നൊരവസ്ഥയുണ്ട്. മനുഷ്യന് നിസ്സഹായരായിട്ട് മാറുക. കുഞ്ഞുങ്ങൾക്ക് രോഗം കൂടി, രോഗം മൂർച്ഛിക്കുന്നു, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളില്ല, നിസ്സഹായരായി നിൽക്കുന്നു. രാത്രി 12 മണി, 1 മണി, 2 മണി സമയത്ത് കുഞ്ഞുങ്ങളെ തോളിലെടുത്ത് അവരുടെ ശരീരത്തിലെ ചൂട് കൂടി അവർക്ക് പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വെള്ളം തുണിയിൽ വെള്ളം നനച്ച് ശരീരമാസകലം തുടച്ച് ടേബിൾ ഫാനിന്റെ മുന്നിൽ കിടത്തി അസുഖം കൂടാതിരിക്കാനായിട്ട് 2 കുഞ്ഞുങ്ങളെ മാറി മാറി ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം രാത്രി 1 മണി, 2 മണിയായി. ഓരോരുത്തരെ തോളിലേന്തി ഈ കുഞ്ഞുങ്ങളുടെ മരണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വ്യാധി ഇത് ഹൃദയത്തിൽ വഹിച്ച് വളരെ തളർന്നു പോയി ഞാൻ. കർത്താവിന് സ്തോത്രം. ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുമോ എന്നുള്ള ഭീതി ഉള്ളിൽ വന്നിട്ട് തളർന്നു പോയി ഞാൻ, നിസ്സഹായനായി പോയി. ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വരികയും എന്നോട് സംസാരിച്ച ഒരു കാര്യമുണ്ട്. കർത്താവ് എന്നോട് ചോദിച്ചതാ, ഈ കുഞ്ഞുങ്ങൾ ആരുടേതാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഘോര പ്രസംഗിക്കുന്ന ആളാണ്. മക്കൾ ദൈവത്തിന്റെ ദാനമാണെന്ന്, മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, മക്കൾ ദൈവം തന്നതാണെന്ന് ഘോര പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. കർത്താവ് എന്നോട് തിരിച്ചു ചോദിക്കുകയാണ്, ഈ കുഞ്ഞുങ്ങൾ ആരുടേതാണ്? ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെതാണ്, ഇത് കർത്താവിൻ്റെതാണ്, ഇത് കർത്താവിൻ്റെതാണ്. ദൈവം ചോദിച്ചതാ, ഈ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കാൻ എനിക്ക് കഴിയത്തില്ലേ? ഈ കുഞ്ഞുങ്ങൾ എന്റേതാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കാൻ എനിക്ക് കഴിവില്ലേ? ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പോഷനായ മനുഷ്യൻ, എന്നോട് ക്ഷമിക്കണമേ. ഈ കുഞ്ഞുങ്ങൾ അങ്ങയുടേതാണെന്നും ഈ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കുവാൻ അങ്ങയ്ക്ക് കഴിവുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഈ കുഞ്ഞുങ്ങളെ കർത്താവ് സൗഖ്യമാക്കി. കർത്താവിന് സ്തോത്രം. ദൈവത്തെ കണ്ട അനുഭവങ്ങൾ. ഒരിക്കൽ ആമേൻ, നെടുമ്പായിക്കുളം എന്നൊരു സ്ഥലം, ചീരങ്കാവിന് കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന വഴി ചീരങ്കാവിനടുക്കൽ നെടുമ്പായിക്കുളം എന്നൊരു സ്ഥലം. അവിടെ ഒരു സ്നേഹിതനായ കർത്താവിന്റെ ദാസൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന, എന്നെ ശുശ്രൂഷിക്കാനായിട്ട്, പ്രാർത്ഥനയിൽ പ്രസംഗിക്കാനായിട്ട് എന്നെ വിളിക്കുക. ഞാൻ അവിടെ കടന്നുപോയി ആ മീറ്റിംഗിൽ പ്രസംഗിച്ചു. ആ മീറ്റിംഗിലെ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് വാഹനം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു വാഹനം വാങ്ങിപ്പാൻ കുറച്ച് പൈസ ഞാൻ തരാം, അതുകൊണ്ട് ശേഖരിക്കുക, നിങ്ങൾ ഒരു ബൈക്ക് വാങ്ങിക്കുക, നിങ്ങൾ രാത്രി യാത്ര ചെയ്യുന്നതല്ലേ, നിങ്ങൾക്ക് വാഹനം നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ, സാറ് തന്ന പൈസ കൊണ്ട് എനിക്ക് ബൈക്ക് വാങ്ങിക്കാൻ കഴിയത്തില്ല. കാരണം ഈ പൈസ എന്റെ കയ്യിൽ ഇരുന്നാലും ബുദ്ധിമുട്ടാണ്. കാരണം പൈസ ശേഖരിക്കാനുള്ള സാഹചര്യങ്ങൾ എനിക്കില്ല. ഞാനൊരു വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പൈസ കൊണ്ടുപോയി എന്റെ സ്നേഹിതന്റെ കയ്യിൽ ഏൽപ്പിക്കാം, അദ്ദേഹത്തിന് ഇരിക്കട്ടെ, ബാക്കിയുള്ള പൈസ കർത്താവ് തരുന്ന സമയത്ത് നമുക്ക് ബൈക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്ന പൈസ കൊണ്ടുപോയി ഞാൻ എന്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ചു. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. ഞാന് പുത്തൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് താമസിക്കുമ്പോൾ എനിക്ക് 2 പ്രവർത്തനങ്ങളുണ്ട്. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ പ്രവർത്തനമുണ്ട്, അപ്പോൾ തന്നെ കൊട്ടാരക്കരയിൽ ഒരു ചർച്ചിന്റെ ശുശ്രൂഷയും എനിക്കുണ്ട്. കൊട്ടാരക്കരയിലുള്ള സഭാ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനും 2 കുഞ്ഞുങ്ങളുമായിട്ട്, വൈഫും 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ കൊട്ടാരക്കരയിൽ വന്നു. കൊട്ടാരക്കര സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് 1 കിലോമീറ്ററോളം ഞങ്ങൾക്ക് നടന്ന് ഞങ്ങൾ ചർച്ചിൽ പോയി. ആരാധന എല്ലാം കഴിഞ്ഞു. ആരാധന കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഞങ്ങൾ 1 കിലോമീറ്ററോളം നടന്ന് കൊട്ടാരക്കര വന്ന് അവിടുന്ന് ബസ് കയറി പുത്തൂരിൽ ഇറങ്ങി. പുത്തൂരിൽ ബദനി ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് 1 കിലോമീറ്റർ അധികം നടക്കണം കുഞ്ഞുങ്ങളെ എടുത്തോണ്ട്. അപ്പൊ ഈ ആരാധന കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും, നന്നായിട്ട് ക്ഷീണം കൊണ്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ പിന്നെ എടുത്ത് തോളിലിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ. കിലോമീറ്ററുകൾ പിന്നെ നടക്കണം. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമാണ്, ആ നടന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ തോളിലിട്ട് നടന്നുകൊണ്ട് പോകുമ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമാണ്, കർത്താവേ, ഒരു വണ്ടി തന്നിരുന്നെങ്കിൽ, ഒരു 2 വീലർ കിട്ടിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഒരു 2 വീലർ കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല സാഹചര്യമാണിത് എന്ന് കർത്താവിനോട് പറഞ്ഞു. കർത്താവിന് ബുദ്ധി പറഞ്ഞു കൊടുത്തയല്ല, കർത്താവിന് ഇതെല്ലാം നന്നായിട്ട് അറിയില്ലേ? കർത്താവ് 24 മണിക്കൂർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? എങ്കിലും ആവലാതി കൊണ്ട് പറഞ്ഞതാ, ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു കർത്താവേ എന്ന്. ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച, എൻ്റെ ഒരു സ്നേഹിതൻ അവിടെ വീട്ടിൽ നിൽപ്പുണ്ട്. അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ കഥ തുറക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ചന്ദ്രപ്രകാശിനെ കാണാൻ വന്നതാണ്. ഞങ്ങൾ എന്തു പറ്റി? ഞാനൊരു ബിസിനസ്സുമായിട്ട് വന്നയാളാണ്. എന്താണ് നിങ്ങളുടെ ബിസിനസ്? അത് RMB എന്ന് പറയും, ഒരു മണി ചെയിൻ പോലൊരു ബിസിനസ്സാണ്. അതെന്താണ് അതിന്റെ കാര്യങ്ങൾ? നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ സുവിശേഷ പ്രവർത്തനാണല്ലോ, നിങ്ങൾ വർക്ക് ചെയ്യണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്ത് നിങ്ങളെ പണക്കാരനാക്കാം.
നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിയാൽ മതി, 7,000 രൂപ മറ്റോ കൊടുത്ത് ഒരു പ്രോഡക്റ്റ് വാങ്ങിയാൽ മതി, നിങ്ങളുടെ കീഴിൽ ഞാൻ ആളെ ചേർത്ത് നിങ്ങളെ പണക്കാരനാക്കാം. നിങ്ങൾ എന്നെ നോക്കിയേ, ഞാൻ വന്നിരിക്കുന്നത് പാഷൻ പ്രോ എന്ന ബൈക്കിലാണ്, എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ഏനാത്തുള്ള വലിയ സ്കൂളിലാണ്, ഞാൻ വലിയ സമ്പന്നനാണ്, ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട് എനിക്ക്, അതുകൊണ്ട് നിങ്ങളെയും ഞാൻ ഈ ബിസിനസ്സിൽ ചേർത്ത് പണക്കാരനാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ക്ഷമയോടെ ഇതെല്ലാം കേട്ടിരുന്നു. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള മണി ചെയിൻകാരൊന്നും എന്റെ അടുക്കൽ വരാറില്ല. കാരണം എന്റെ നിലപാട് അവർക്ക് പലർക്കും അറിയാം. അവർ സംസാരിക്കാൻ പോലും എന്നോട് ശ്രമിക്കാറില്ല. കാരണം എന്റെ നിലപാടുകൾ കർശനമാണെന്ന് അവർ പലർക്കും അറിയാം. കർത്താവിന് സ്തോത്രം. ഇതെന്റെ സ്നേഹിതനായതുകൊണ്ട് മാത്രം ഞാൻ മറുപടി പറയാതെ മൗനമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ ആ സഹോദരൻ പറഞ്ഞു, സഹോദര, നിങ്ങൾ കിഴക്കോട്ടാ പോകുന്നെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ടാ പോകുന്നത്, നമ്മൾ തങ്ങൾ യാതൊരു ബന്ധവുമില്ല. കർത്താവിന് സ്തോത്രം. മാത്രമല്ല, പൈസ ഉണ്ടാക്കേണ്ടത് അധ്വാനിച്ചിട്ടാണ്, മണി ചെയിനിലൂടെയല്ല പണം ഉണ്ടാക്കേണ്ടത്, വിയർത്ത് അധ്വാനിച്ച പണം ഉണ്ടാക്കേണ്ടത്. അതാ എന്റെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഞാൻ നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ യാത്രയാക്കി. അന്ന് രാത്രി ഞാനും എന്റെ ഭാര്യ ഒരു തീരുമാനമെടുത്ത്, കർത്താവേ, ആയുഷ്കാലം മുഴുവനും നടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ യാതൊരു പിറുപിറുപ്പും കൂടാതെ ഞങ്ങൾ അത് ചെയ്യും. ഞങ്ങൾ പരാതി പറയുകയില്ല, ഞങ്ങൾ പരാതി പറയുകയില്ല, ഞങ്ങൾ പരിഭവം പറയുകയില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നെടുമ്പായിക്കുളത്ത് പ്രസംഗിക്കാൻ പോയി ബൈക്ക് വാങ്ങാൻ കുറച്ച് തുക ഒരാൾ തന്നു. അത് ഞാൻ എന്റെ കൈ വെച്ചാൽ ചെലവായി പോകുമെന്നുള്ളത് കൊണ്ട് കൂട്ടുകാരന് കൈമാറി. ചില ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകാരൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ പ്രകാശ്, നിനക്ക് കുറച്ച് പൈസ ബൈക്ക് വാങ്ങിക്കാൻ തരണമെന്ന് എന്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായിട്ട് ഞാൻ കുറെ ഏറെ തുക ഇട്ടിട്ടുണ്ട്, ഞാൻ ഒത്തിരി പൈസ ആക്കിയിട്ടുണ്ട്, അപ്പൊ ഒരു തുകയുണ്ട്, തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ആ തുക വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ എന്റെ മറ്റൊരു സ്നേഹിതൻ പറഞ്ഞു, പ്രകാശേ, ഞാനും നിനക്കൊരു വണ്ടി വാങ്ങി കുറച്ച് പൈസ തരേണ്ട ആഗ്രഹമുണ്ട്, തരട്ടെ. അത് ഏകദേശം 64,000 രൂപ. ആ കാലഘട്ടങ്ങളിൽ 64,000 രൂപ അവർ എന്റെ കൂട്ടുകാർ കളക്ട് ചെയ്തു. ആ പണം അവരോട് തന്നു. അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്രോ എന്നൊരു ബൈക്ക് അത് വാങ്ങുവാൻ കൃപ നൽകി. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ അത്ഭുതം ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് മുൻപ് സാത്താൻ ഒരു വഴിയുമായിട്ട് വന്നിരുന്നു. അതിനെ യേശുവിന്റെ നാമത്തിൽ ആ കൂട്ടുകാരനെയും ആ സാത്താന്റെ വഴിയെയും ഓടിച്ചു കളഞ്ഞപ്പോ ദൈവത്തിന്റെ പദ്ധതി ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നു. ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ കർത്താവ് ജീവിതത്തിൽ കൊണ്ടുവന്നു. ആമേൻ. ഞാൻ മറ്റു ചില കാര്യങ്ങളോട് പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വേഗത്തിൽ ആമേൻ വിരാമം കുറിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങള് 7 വർഷത്തോളമാണ് ആമേൻ പുത്തൂരിൽ കർത്താവിന്റെ വേല ചെയ്തത്. അത് കഴിഞ്ഞു പൂയപ്പള്ളി എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ കടന്നു വന്നത്. ഇപ്പോൾ 10-12 വർഷം കഴിഞ്ഞ് ഞങ്ങൾ പൂയപ്പള്ളിയിലായിട്ട് കർത്താവിന് സ്തോത്രം. ആമേൻ. ഈ മോന് സ്റ്റീഫന് 6ാം ക്ലാസ്സിലാണ്. പൂയപ്പള്ളിയില് കൈതക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നെഹ്റു മെമ്മോറിയൽ എന്നൊരു സ്കൂളുണ്ട്. അവിടെയാണ് 2 കുഞ്ഞുങ്ങളും പൂയപ്പള്ളി വന്നിട്ട് 2 കുഞ്ഞുങ്ങളും പഠിച്ചത് ആ സ്കൂളിലാണ്. നെഹ്റു മെമ്മോറിയൽ സ്കൂളിൽ 6ാം ക്ലാസ് മുതലാണ് സ്റ്റീഫൻ പഠനം ആരംഭിക്കുന്നത്. സ്റ്റീഫന് ചെറിയ പ്രായം മുതലേ ഈ ആത്മീയ പ്രവർത്തനങ്ങളോട് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് വളർന്നു വരുന്നത്. കാരണം എപ്പോഴും ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും കണ്ടിട്ട് അവനെന്തോ ചെറുതിലെ ഇതിനോട് വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ കുസൃതിയും കുരുത്തക്കെടും എല്ലാം ഒത്തിരി കൂടുതലായതുകൊണ്ട് പാസ്റ്ററുടെ മോനല്ലേ എന്ന ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനോട് പൊതുവെ പുള്ളിക്കാരന് വളരെ എതിർപ്പും വിരക്തിയുമായിട്ട് മാറി. കർത്താവിന് സ്തോത്രം. ഒരു പുത്തൂരിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഒരു 40 ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ആഹാരം കഴിക്കാതെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തിരുന്നു. അപ്പൊ ഇദ്ദേഹം 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുക. അപ്പൊ ഇദ്ദേഹം ഒരിക്കല് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ, സാധാരണഗതിയിൽ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന 9 വയസ്സ് 10 വയസ്സുള്ള മക്കളോടൊക്കെ നമ്മൾ അഭിപ്രായം ചോദിക്കാറില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളല്ലേ അവര്. എന്നാൽ ഇവൻ വന്ന് ചോദിക്കുകയാണ്, അപ്പൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചില്ലേ? നാട്ടുകാർ മൊത്തം അറിഞ്ഞു അപ്പൻ ഉപവാസ പ്രാർത്ഥനയിലാണെന്ന്. ഉപവാസ പ്രാർത്ഥനയാണ്, സ്കൂൾ വെക്കേഷൻ ഉപവാസ പ്രാർത്ഥനയാണെന്ന് നാട്ടുകാർ മൊത്തം അറിഞ്ഞു. എന്നാൽ എൻ്റെ അപ്പൻ എന്നോടൊരു വാക്ക് ചോദിച്ചായിരുന്നു, ഈ ഗവൺമെന്റ് നമുക്ക് ആനുവൽ വെക്കേഷൻ തരുന്നത് 60 ദിവസം അവര് തരുന്നത് ഉപവാസം ഇരിക്കാനാണോ ഞങ്ങൾക്ക് സന്തോഷിക്കാനാണോ? വെക്കേഷൻ തരുന്നത് ഞങ്ങൾക്ക് സന്തോഷിക്കാനാണ്, ഞങ്ങൾക്ക് ആഘോഷിക്കാനാണ്, അല്ലാതെ ഉപവാസം ഇരിക്കാനല്ല. മോൻ വീണ്ടും ചോദിക്കുന്നു, ഈ അടുത്ത വർഷം അപ്പന്റെ പണിയുണ്ടോ? ഈ വർഷം 40 ദിവസം പോയി,
40 ദിവസം ഉപവാസം കൊണ്ടുപോയി. പിന്നെ അത് 20 ദിവസമേ ഉള്ളൂ ബാക്കി, 20 ദിവസമേ ഉള്ളൂ ബാക്കി. അടുത്ത വർഷം അപ്പന്റെ പണി എന്തുവാണ്? ഇങ്ങനെ ഈ ആത്മീയ പ്രവർത്തനങ്ങളോട് വളരെ എതിർപ്പുള്ളവനായിട്ടാണ് സ്റ്റീഫൻ വളർന്നു വരുന്നത്. ആമേൻ. കൈരപ്പള്ളി സ്കൂളിൽ 6ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുന്നു. ചിലപ്പോഴൊക്കെ ഈ പാസ്റ്റർ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുമോ എന്നുള്ള പേടി കൊണ്ട് ക്രൂരമായിട്ട് ഇവരെ ഉപദ്രവിക്കുമായിരുന്നു ഇവനെ. കാരണം ഇവൻ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി ശരീരമാസകലം അടിച്ചു പൊട്ടിക്കുകയും ആ സമയത്തൊക്കെ ഇവൻ വയലന്റ് ആയിട്ട് മാറാറുണ്ട്. വയലന്റായി മാറി ഭയങ്കരമായ ബഹളങ്ങളും വായി തോന്നുന്നതൊക്കെ സംസാരിക്കും. ഒരിക്കൽ ഒരു വൈകിട്ട് ഇവന്റെ കുസൃതി കാരണം എനിക്ക് അവനെ നന്നായിട്ട് ഉപദ്രവിക്കേണ്ടി വന്നു, തല്ലേണ്ടി വന്നു, ചൂരൽ കൊണ്ട് തല്ലേണ്ടി വന്നു. ശരീരമാസകലം അടിച്ചു പൊട്ടി ഇവൻ വെളിയിലിറങ്ങി ഭയങ്കരമായ ബഹളം ഉണ്ടാക്കി. നാട്ടുകാർക്ക് കേൾക്കെ ഭയങ്കരമായി സംസാരിച്ചു. എനിക്ക് ആകെ നാണക്കേടായി, പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ എനിക്ക് നാണക്കേടായി. അന്ന് രാത്രി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് കൊട്ടാരക്കരയിൽ. ഞാൻ കൊട്ടാരക്കരയിൽ ഒരു സഭയുടെ പാസ്റ്ററായിട്ടിരിക്കുന്ന സമയമാണ്. ഞാൻ അവിടെ കടന്നു ചെന്ന് മീറ്റിങ്ങിന് പോയി. ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഞാൻ ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്യത്തില്ല, ദൈവജനം സംസാരിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല, സൈഡിൽ അനങ്ങാതിരിക്കത്തുള്ളൂ. എന്റെ മനസ്സ് നിറയെ ഞാൻ തകർന്ന അനുഭവത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ആ കാര്യങ്ങൾ ചെയ്തോളാം. അദ്ദേഹം ആമേൻ വർഷിപ്പ് എല്ലാം ലീഡ് ചെയ്തു. അന്നൊരു ഗസ്റ്റ് ആയിട്ടൊരു ദൈവത്തിന്റെ ദാസൻ അവിടെ കടന്നു വരുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. ആ ഗസ്റ്റായ ദേവദാസൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റിട്ട് എന്റെ തോളിൽ കൈവച്ചിട്ട് പറയുകയാണ്, മകനെ ഓർത്ത് ദുഃഖിക്കേണ്ട. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുക. എന്റെ ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയത്തില്ല. ഞങ്ങൾ തങ്ങൾ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അദ്ദേഹം പറഞ്ഞൊരു ദൂത, മകനെ ഓർത്ത് ദുഃഖിക്കേണ്ട. ആമേൻ. നിങ്ങളുടെ മകൻ നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങളുടെ മകൻ നിങ്ങളെക്കാൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകനായി മാറും. ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പറഞ്ഞു. എന്റെ ഹൃദയം വളരെ സന്തോഷം കൊണ്ട് നിറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഞാൻ ദൈവത്തോട് കരഞ്ഞതാ, കർത്താവേ, എന്റെ മകൻ എന്റെ കയ്യിൽ നിന്ന് പോവാ. ഈ പറയുന്നൊന്നും അനുസരിക്കാതെ എനിക്കെതിരെ സംസാരിച്ച് അവനെ നന്നാക്കി അവൻ എന്റെ കയ്യിൽ നിന്ന് പോവാ. കർത്താവേ, എന്നെ കൊണ്ട് പറ്റുകയില്ല, അവൻ നന്നാവും എന്ന പ്രതീക്ഷ എനിക്കില്ല, അവൻ എന്റെ കയ്യിൽ നിന്ന് പോവാ എന്ന് പറഞ്ഞ് തമ്പുരാന്റെ സന്നിധിയിൽ സറണ്ടറായ അനുഭവങ്ങളുണ്ട്. അവനെ തല്ലി നന്നാക്കാം എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ തല്ലി അവൻ എന്റെ കയ്യിൽ നിന്ന് പോയി. ആഴ്ചയിൽ പല ദിവസങ്ങളും വേർതിരിച്ചു മോന് വേണ്ടി ഉപവസിച്ചു. ഞാനും ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. കർത്താവ് കരുണ കാണിച്ചു. മോന് മാറ്റങ്ങൾ ഉണ്ടായി. ഡൽഹി അനിയന്റെ അടുക്കലേക്ക് വിസിറ്റിങ്ങിന് അവൻ പോയി. 1 മാസത്തോളം അനിയന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. അവൻ മടങ്ങി വരുന്നത് വളരെ മാറ്റമുള്ളവനായിട്ടാണ്. അവന് മാനസാന്തരം ഉണ്ടായിട്ടാണ് മടങ്ങി വരുന്നത്. മോൻ വന്ന് പറഞ്ഞു, അപ്പ നോർത്ത് ഇന്ത്യയിൽ നല്ല പ്രവർത്തന മേഖലയാണല്ലോ, കർത്താവിന്റെ വേല ആവശ്യമുള്ളത് നോർത്ത് ഇന്ത്യയിലാണ്. ഞാൻ വലുതാകുമ്പോ ഞാനും നോർത്ത് ഇന്ത്യയിൽ ഒരു മിഷണറി ആകും. എന്റെ അപ്പന്റെ അനിയന്റെ കൂടെ ഞാനും കടന്നു പോകും, അവിടെ കർത്താവിന്റെ വേല ചെയ്യും. നാട്ടിലേക്ക് മടങ്ങി വരുന്നു, പാട്ടുകൾ പാടുന്നു, ഓർഗൻ വായിക്കുന്നു, ആത്മീയമായിട്ട് വളരെയേറെ മുന്നേറി സ്റ്റീഫൻ കടന്നു വരുന്നു. കർത്താവ് വലിയ കാരുണ്യം കാണിച്ചു. ഞാന് കുഞ്ഞുങ്ങൾ 2 പേരും വളർന്നു. സ്റ്റീഫൻ +2-നെത്തി, മോള് 10ാം ക്ലാസ്സിലെത്തി. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങളെ +2 വരെയുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസം സ്പോൺസർ ചെയ്തതാണ്. +2 വരെയുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസം മറ്റുള്ളവർ സഹായിച്ചതാണ്. പക്ഷെ +2 കഴിഞ്ഞാൽ നിങ്ങളെ പഠിപ്പിക്കാൻ എന്റെ കയ്യിൽ നിവൃത്തിയില്ല. നിങ്ങളെ ഒരു നഴ്സിംഗ് കോളേജ് ചേർക്കാനോ എഞ്ചിനീയറിംഗിന് അയക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും നിങ്ങളെ ചേർക്കാനുള്ള യാതൊരു വിധമായ സാധ്യതയും എന്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് നഴ്സിംഗിന് പോകണമെന്നോ എഞ്ചിനീയറിംഗിന് പോകണമെന്നോ നിങ്ങൾ എന്നോട് പറയരുത്. കൊട്ടാരക്കരയിൽ എന്റെ കൂട്ടുകാരനായ ഒരു മാണി സാറിന്റെ ഒരു കോളേജ് ഉണ്ട്, പ്രൈവറ്റ് കോളേജാണ്. നിങ്ങൾക്ക് ഡിഗ്രി അവിടെ പഠിക്കാം. മാണി സാർ എന്റെ ബാല്യകാല സുഹൃത്താണ്. ഫ്രീ ആയി മാണി സാർ നിങ്ങളെ അവിടെ പഠിപ്പിക്കും. ഡിഗ്രിയോ PG ഒക്കെ നിങ്ങൾക്ക് അവിടെ എടുക്കാം. ഇത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. സഭയിൽ ഒരു വലിയ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. വലിയൊരു ഉപവാസ പ്രാർത്ഥന, 21 days ഫാസ്റ്റിംഗ് നടക്കുക. സഭയിലെ കുറെ ആൾക്കാർ സ്നാനപ്പെടാൻ തയ്യാറായിരിക്കുന്നു. ഞാൻ എന്റെ മോനോട് പറഞ്ഞു, സ്റ്റീഫ, നിനക്ക് 17 വയസ്സായില്ലേ, നീ 10-17 വയസ്സ് കഴിഞ്ഞില്ലേ, നീ +2-ന് പഠിക്കുകയല്ലേ, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ, വാസ്തവമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒരു ദൈവമുണ്ടെന്നും ആമേൻ കർത്താവിന്റെ രക്തത്തിലൂടെയാണ് പാപത്തിന്റെ പരിഹാരമെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും യേശു വരുമെന്നും എല്ലാം നിനക്ക് അറിയത്തില്ലേ, നീ എന്താ പിന്നെ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തത്? മോൻ പറഞ്ഞത്, അപ്പ ഞാനിപ്പൊ സ്നാനപ്പെട്ടിട്ട് പിന്നെ സ്കൂളിൽ പോയി വല്ല തെറ്റിലും ഒക്കെ ഞാൻ അകപ്പെട്ടു പോയാൽ കർത്താവ് പിന്നെയും എന്നെ അടിക്കത്തില്ലേ? അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ സ്നാനപ്പെടുന്നില്ല, ഇനിയും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. ഈ സമയത്ത്
എൻ്റെ ഒരു സ്നേഹിതൻ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു സ്നേഹിതൻ ഞങ്ങളുടെ വീടിനടുത്തൂടെ പാസ് ചെയ്ത് പോവുക. അദ്ദേഹം ആത്മനിയോഗത്താൽ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുക. വീട്ടിൽ കയറുമ്പോൾ ഫ്രണ്ട് മുറിയിൽ സ്റ്റീഫൻ ഇരിപ്പുണ്ട്. ആമേൻ. സ്റ്റീഫനോട് പറയാണ്, മോനെ, ഞാൻ ഇതുവഴി കടന്നുപോയതാണ്, പാസ് ചെയ്തു പോയതാണ്. എന്നാൽ പരിശുദ്ധാത്മ നിയോഗത്താലാണ് ഈ വീട്ടിൽ കയറിയത്. നിന്നോടൊരു ദൂത് പറയാൻ കയറിയതാണ്. നിന്നോട് പറയാനുള്ള ദൈവത്തിന്റെ ആലോചന ഇങ്ങനെയാണ്: നീ സറണ്ടർ ആകണം. നീ ദൈവത്തിന് മുമ്പാകെ അടിയറവ് പറയണം. നിന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കണം. ഇപ്പോൾ നടക്കുന്ന സ്നാന ശുശ്രൂഷയിൽ നിന്റെ ജീവിതം സമർപ്പിച്ച് നീയും സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളയണം. നീ അങ്ങനെ ചെയ്താൽ നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കാൻ പോകുന്നു. ഒരിക്കൽ പോലും ഒരു സുവിശേഷകന്റെ തലമുറയും കണ്ടിട്ടില്ലാത്ത ഒരു വാതിൽ നിനക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോകുന്നു. അമേരിക്കയിൽ സായിപ്പന്മാരായ കുഞ്ഞുങ്ങളുടെ കൂടെ നീ ഇരുന്ന് ബൈബിൾ പഠിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ഞാൻ കാണുന്നു. നിന്റെ ശരീര ഘടനയ്ക്ക് മാറ്റമുണ്ടാകുന്നത് നിന്നെ കണ്ടാൽ ഒരു സായിപ്പാണെന്ന് തോന്നത്തക്ക വിധത്തിൽ നിന്റെ ശരീര ഘടനയ്ക്ക് പോലും മാറ്റമുണ്ടാകുന്നത് ആത്മാവിൽ ഞാൻ കാണുന്നു. നീ സറണ്ടർ ആകാൻ നിനക്ക് തയ്യാറാണോ? കർത്താവിന്റെ സ്തോത്രം. എന്റെ മകൻ സ്റ്റീഫൻ ആ മുറിയിൽ മുട്ടുകുത്തുന്നു. കസേരയിൽ താഴിറങ്ങി മുട്ടുകുത്തി, അങ്കിളെ, ഞാൻ സ്നാനമേൽക്കാം, എന്റെ ജീവനം ഞാൻ യേശുവിന് കൊടുക്കാം, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി എന്നെ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. ആ സ്നാനത്തില് സ്റ്റീഫനും സ്നാനമേറ്റു. ആമീൻ. +2 കഴിഞ്ഞ സ്റ്റീഫന്റെ മുമ്പിൽ ദൈവം ഒരു വഴി തുറക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു സുവിശേഷ പ്രവർത്തകന് സ്വപ്നം പോലും കാണാനൊക്കാത്ത ദരിദ്രനും എളിയവനുമായ ഒരു സുവിശേഷകന് ഒരിക്കൽ പോലും സ്വപ്നം പോലും കാണാനൊക്കാത്ത ഒരു വാതിൽ തമ്പുരാൻ സ്റ്റീഫന്റെ മുമ്പാകെ തുറന്നു വെച്ചു. അമേരിക്കയിലേക്ക് പോകുവാൻ ദൈവം അവൻ അവസരങ്ങളെ തുറന്നു. കർത്താവിന് സ്തോത്രം. എക്സാമുകൾ എഴുതി പാസ്സായി. എല്ലാ പേപ്പർ വർക്കും മനോഹരമായി നടന്നു. ആമീൻ. ഡൽഹി എംബസിയിലേക്ക് ഇന്റർവ്യൂവിനായിട്ട് പോയി. ഡൽഹി എംബസി പോയി. വിസ കിട്ടാൻ ഭയങ്കര പാടാണ്. അവൻ ചെല്ലുമ്പോ പരിശുദ്ധാത്മ അവനോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞെ, ആമേൻ, നിന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന സായിപ്പിനോട് ദൈവം ഇടപെടും, അങ്ങനെ നിനക്ക് വിസ കിട്ടുക. അവൻ ചെന്നു. അവന്റെ മുൻപിൽ 2 പേരുണ്ട്. അവര് മിടുക്കന്മാരെ ആൾക്കാരാണ്. അവരുടെയൊക്കെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ഉള്ളവരാണ്. അവരുടെയൊക്കെ ഇംഗ്ലീഷ് ഭാഷ മനോഹരമാണ്. സ്റ്റീഫൻ +2 ലെവലാണ്. സ്റ്റീഫന്റെ ഇംഗ്ലീഷ് ഒക്കെ വളരെ കഷ്ടിയാണ്. കർത്താവിന്റെ സ്തോത്രം. സ്റ്റീഫന്റെ സമയമായി. സ്റ്റീഫന് മുമ്പേ പോയ 2 പേരും ഫെയിലായി. സ്റ്റീഫന് പേടിയായി. ഭയത്തോടുകൂടെ അവൻ ആ സായിപ്പിന്റെ അടുക്കലേക്ക് ചെന്നു. സായിപ്പ് ഒരു ചോദ്യം ചോദിച്ചു, ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ, നീ നിന്നെ കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യൻ മിഷണറിയുടെ മകനാണ്, ബൈബിൾ പഠിക്കാൻ പോവുക. ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. അദ്ദേഹം നീ ഏത് കോളേജിൽ പഠിക്കുന്നു? നിന്നെ ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? നിന്റെ വാർഷിക ഫീസ് എത്രയാണ്? നീ എങ്ങനെ ഫീസ് അടയ്ക്കും? ഇതൊക്കെ ചോദിച്ചു. അതിന് കൃത്യമായ മറുപടി ശാന്തമായി ടെസ്റ്റ് പറഞ്ഞു. അവന്റെ വിസ അപ്രൂവായി. അവന്റെ കയ്യിൽ അമേരിക്കയിൽ പഠിക്കാൻ 5 വർഷം അമേരിക്കയിൽ പഠിക്കാനുള്ള വിസ കർത്താവ് കൊടുത്തു. ഇന്ന് സ്റ്റീഫൻ അമേരിക്കയിൽ ദൈവത്തിന്റെ വചനം പഠിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഉന്നതമാം നിലയിൽ സ്വപ്നം പോലും കാണാനൊക്കാത്ത സാഹചര്യത്തിൽ ആ കുഞ്ഞിനെ കർത്താവ് ഉപയോഗിക്കുന്നു. ആമേൻ. കർത്താവിന് സ്തോത്രം. മകളും +2 കഴിഞ്ഞു. അവളും പറഞ്ഞു, എന്നോടുമുള്ള ദൈവത്തിന്റെ ആലോചന എന്റെ അച്ഛന്റെ അടുക്കിലേക്ക് അമേരിക്കയിലേക്ക് പോകുന്നതാണ്. ഞാനും അവിടേക്ക് പോകാൻ ശ്രമിക്കുന്നു. അവളുടെ പേപ്പർ വർക്ക് എല്ലാം ചെയ്തു. അവളുടെ സമയമായി, ഇന്റർവ്യൂവിന്റെ സമയമായി. അവൾക്ക് കിട്ടിയത് കർത്താവിന് സ്തോത്രം. അവൾക്ക് അതെ I-20 വരുവാൻ വളരെ ലേറ്റായി, സമയമെടുത്തു. ക്ലാസ് തുറങ്ങുന്നതിന്റെ 1 മാസം മുമ്പാണ് I-20 വരുന്നത്. I-20 വരാനായിട്ട് സമയമെടുത്തത് കൊണ്ട് ഇവൾ ഒരു നേരം പോലും ആഹാരം കഴിക്കാതെ +2 കഴിഞ്ഞ സ്റ്റെഫി 21 രാവും പകലും ദൈവത്തിന്റെ സന്നിധി ഇരുന്നു പ്രാർത്ഥിച്ചു. ഒരു നേരം പോലും ആഹാരം കഴിക്കാതെ. ഞങ്ങള് രാത്രി ഒരു നേരം കഴിക്കാൻ അവളെ നിർബന്ധിച്ചിരുന്നു. പക്ഷേങ്കിൽ ഒരു നേരം പോലും ആഹാരം കഴിക്കാതെ ഈ കുഞ്ഞ് ആമേൻ പേപ്പർ വർക്കുകൾ നടക്കാൻ I-20 വരുവാനായിട്ട് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ചു. ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ I-20 വരുന്നു. വളരെ ലേറ്റ് ആയിട്ടാണ് വന്നത്. 1 മാസം മാത്രമേ ഉള്ളൂ ക്ലാസ് ആരംഭിക്കാൻ. ആ സമയത്ത് I-20 വന്നത്. എന്നിട്ടും കയ്യിൽ പൈസയില്ല. I-20 വന്നു. എംബസി ഇന്റർവ്യൂവിന് പോകാൻ, വിസ ഫീസ് അടയ്ക്കാനൊന്നും പൈസയില്ല. ഞങ്ങൾക്കുണ്ടായിരുന്ന വാഹനം ഞങ്ങൾ വിൽക്കാൻ വെച്ചു. പിന്നെയും 15 ദിവസം കഴിഞ്ഞാണ് വാഹനം വിറ്റപ്പോൾ ഇനി ക്ലാസ് ആരംഭിക്കാൻ വെറും 15 ദിവസം മാത്രമേ ഉള്ളൂ. ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. ഒരു രാത്രി കൊണ്ട് DS-160 ഫോം എല്ലാം ഫില്ല് ചെയ്തു. ആമേൻ. അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ആരംഭിച്ചപ്പോൾ, അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ അവിടുന്ന് എംബസിയിൽ നിന്ന് വരുന്ന റിസൾട്ട്, കർത്താവിന്റെ സ്തോത്രം, ഓഗസ്റ്റ് 22-ാം തീയതിക്ക് ശേഷം അപ്പോയിന്റ്മെന്റ് ഉള്ളൂ. ഓഗസ്റ്റ് 16-ന് ക്ലാസ് തുടങ്ങും. ഓഗസ്റ്റ് 15-ന് അമേരിക്കയിൽ എത്തണം. കർത്താവിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞു, മോളെ വിഷമിക്കണ്ട, അടുത്ത സെമസ്റ്ററിലേക്ക് നമുക്ക് ശ്രമിക്കാം. ഇനി 6 മാസം കഴിഞ്ഞാൽ അടുത്ത സെമസ്റ്റർ ഉണ്ടല്ലോ.
അതുകൊണ്ട് നീ വിഷമിക്കരുത്, ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ലെങ്കിലും വിഷമിക്കരുത്. അവള് പറഞ്ഞു, അപ്പന്റെ വിശ്വാസം എല്ലാം പോയി. ഈ സെമസ്റ്ററിൽ ഞാൻ അമേരിക്കയിൽ പോകുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് അരുളപ്പാട് പറഞ്ഞതല്ലേ. അപ്പന്റെ വിശ്വാസം എല്ലാം പോയി, സാഹചര്യങ്ങളെല്ലാം മോശമായതുകൊണ്ട് അപ്പന്റെ വിശ്വാസം എല്ലാം പോയി. അതുകൊണ്ട് അവിശ്വാസിയായ അപ്പൻ അപ്പോയിന്റ്മെന്റ് എടുത്താൽ കിട്ടത്തില്ല. അപ്പൻ അപ്പോയിന്റ്മെന്റ് എടുക്കണ്ട, ഞാൻ എടുത്തോളാം എന്റെ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞ് അവള് ലാപ്ടോപ്പുമായിട്ട് അവിടെ മുറിയിലോട്ട് പോയി. ദൈവം മഹാത്ഭുതം ചെയ്തു പ്രിയപ്പെട്ടവരെ. ഓഗസ്റ്റ് 12 അവൾക്ക് ചെന്നൈ എംബസിയിൽ അപ്പോയിന്റ്മെന്റ് കിട്ടുക. വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ മഹാത്ഭുതങ്ങൾ കർത്താവ് ഇറങ്ങി വന്ന് ചെയ്യുന്നു. അവൾ ചെന്നൈയിലേക്ക് പോയി. കർത്താവിന് സ്തോത്രം. രാവിലെ 8:30 ചെന്നൈ എംബസിയിലെത്തി. 100 പേര് ക്യൂ നിൽക്കുകയാണ്. 100 പേര് ഓൾറെഡി ക്യൂ ആയി കഴിഞ്ഞു 10 മണിക്കുള്ള ഇന്റർവ്യൂവിനായിട്ട്. അവളുടെ മുൻപേ പോയ 100 പേര് റിജക്റ്റായി. കർത്താവിന് സ്തോത്രം. 101ാമത്തെ ആളാ സ്റ്റെഫി. അനേകരെ കരഞ്ഞു വിളിച്ചുകൊണ്ട് പോകുന്ന എല്ലാം അവൾ കാണുക. ഇവൾക്ക് നിയോഗം കിട്ടിയാ പോകുന്നത്. ഇവളെ ഇന്റർവ്യൂ ചെയ്യുന്ന മദാമ ആരാണെന്നെല്ലാം കൃത്യമായ നിയോഗമുണ്ട്. അതെല്ലാം കൃത്യമായി പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാടോട് പോവുക. കർത്താവിന് സ്തോത്രം. അവളുടെ ഇന്റർവ്യൂവിന്റെ സമയമായി. അവളെ ഇന്റർവ്യൂ ചെയ്തു. അവൾ ഇന്റർവ്യൂവിൽ ഫെയിലായി. പക്ഷേ ഇന്റർവ്യൂവിൽ ഫെയിലായി അവൾക്ക് ആ മദാമ വിസ കൊടുക്കാൻ ഇടയായി. അവൾക്കും അമേരിക്കയിൽ 5 വർഷം പഠിക്കാൻ ദൈവം അവസരങ്ങളെ കൊടുത്തു. സ്റ്റെഫി ഇപ്പോൾ 2 വർഷമായിട്ട് അമേരിക്കയിൽ പഠിക്കുന്നു. സ്റ്റീഫൻ 3.5 വർഷമായിട്ട് അമേരിക്കയിൽ പഠിക്കുന്നു. പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു. പഠനത്തിനുള്ള കാര്യങ്ങളെ കണ്ടെത്തുന്നു. അങ്ങനെ സന്തോഷമായിട്ട് കുഞ്ഞുങ്ങൾ അവിടെ ആയിരിക്കുന്നു. ഞങ്ങള് ആമേൻ പൂയിപ്പള്ളിയിൽ കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുന്നു. അഗാപ്പെ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുന്നു. രാത്രി മുഴുവനുമുള്ള പ്രാർത്ഥനകൾ, അതുപോലെ സുവിശേഷ പ്രസംഗങ്ങൾ, പരസ്യങ്ങൾ, എല്ലാ നിലയിലും കർത്താവ് നൽകിയ കൃപയ്ക്കനുസരിച്ച് ഞങ്ങളും കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ പങ്കാളികളാകുന്നു. ആമേൻ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ എന്നെ ശ്രദ്ധിക്കുന്ന കർത്താവിന് സ്തോത്രം, ഈ നസ്രയന്റെ വഴികൾ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇത്രയും നേരം എന്റെ ഹൃദയത്തിൽ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ പറയട്ടെ, കൊട്ടാരക്കര പട്ടണത്തിലെ ഒരറിയപ്പെട്ട ഒരു കൂലിപ്പണിക്കാരനായ ആളായിരുന്നു ഞാൻ. തലയിൽ തോർത്ത് കെട്ടി, തോളിൽ തൂമ്പയും കുന്താലിയൊക്കെ ഇട്ട്, ഒരു ലജ്ജയുമില്ലാതെ കൊട്ടാരക്കരയിലെ ഒരു ജോലിക്കാരനായി നടന്ന ഒരു കൂലിപ്പണിക്കാരനായ മനുഷ്യനായിരുന്നു ഞാൻ. അതും ചാരായം വാറ്റി, വീട്ടിൽ തന്നെ കോടെ കലക്കിയിട്ട് ചാരായം വാറ്റി കുടിച്ച് മക്കളെയും കുടിപ്പിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു മകൻ. ഈ കുടുംബത്തിലാണ് കർത്താവ് കടന്നു വന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ശവക്കുഴിയിൽ നിന്നാണ് എന്റെ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ പുറത്തു കൊണ്ടുവന്നത്. ശവക്കുഴിയിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഞങ്ങളുടെ അഡ്രസ് ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായി തീരുമെന്ന് ഞങ്ങൾ നനച്ചിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കർത്താവ് കൊണ്ടുവന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും. നിങ്ങളെ സഹായിപ്പാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആമേൻ, ജീവിത സാഹചര്യങ്ങൾ എന്ത് തന്നെയുമായിക്കൊള്ളട്ടെ, ഇന്ന് കർത്താവിങ്കിലേക്ക് ആമേൻ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്താൽ നിങ്ങളെ സൗഖ്യമാക്കി ആമേൻ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി ഉന്നതമായ അനുഭവങ്ങളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ പിതാവിന് കഴിയുമെന്നുള്ളത് ആമേൻ ഞാൻ ഉറപ്പോടെ ഇന്ന് പകൽക്കാലത്ത് സ്ഥാപിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. നമ്മുടെ കണ്ണുകൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഈ സമയം കർത്താവിന്റെ സന്നിധി വരുന്നു. അങ്ങയുടെ ഭൃത്യന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ഈ വലിയ നിയോഗങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ ദാസനെ കർത്താവെ, ബ്രദർ ജിജിൻ വർഗീസിനെ കർത്താവിന്റെ പൊന്നുകരങ്ങളിൽ വെക്കുന്നു. അവിടുത്തെ ദാസന്റെ കുടുംബത്തെ, അവിടുത്തെ ദാസന്റെ ശുശ്രൂഷകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകായിരങ്ങൾക്ക് തന്നെ അനുഗ്രഹമായി മാറട്ടെ കർത്താവെ. ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ യേശുവിന്റെ പൊന്നുകരങ്ങളിൽ വെക്കുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ നാഥ, അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. സർവ്വ ജനത്തിനും ഉണ്ടാകുവാനുള്ള ഈ മഹാ സന്തോഷത്തിലേക്ക് അവിടുത്തെ കുഞ്ഞുങ്ങളെ നയിക്കേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ കുടുംബങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു ചെല്ലണം. രോഗികളായി ഭാരപ്പെടുന്നവർക്ക്, പാപത്തിന്റെ അടിമത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇന്ന് പകൽക്കാലം വിടുതലിനെ കൽപ്പിക്കണമേ നാഥ. സർവ്വ ആശ്വാസത്തിന്റെയും ഉറവിടമായ കർത്താവ് ഓരോ കുടുംബങ്ങളിലും കടന്നു ചെല്ലേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേനയുടെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇത്രത്തോളം പിതാവേ എളിയവന്റെ ജീവിതമൊക്കെ അങ്ങയുടെ കുഞ്ഞുങ്ങളോട് പച്ചയായി പറയുവാൻ സാധുവായിരിക്കും അവസരങ്ങളെ തന്നല്ലോ. കരങ്ങളിലേക്ക് എളിയവനെയും എളിയവന്റെ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ഞങ്ങളുടെ കർത്താവിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. എല്ലാം പൊന്നുപാദം വിടവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം സ്വർഗീയപിതാവേ. ആമേൻ. ആമേൻ. അനുഗ്രഹമേറിയ നല്ല സാക്ഷ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ഇനിയും ദൈവം ശക്തിയോടെ ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ സഭയെ പൂയപ്പള്ളിയിൽ കടന്നു പോകുവാനും, അതുപോലെ പാസ്റ്റർ പറഞ്ഞതുപോലെ ചന്ദ്രപ്രസാദ് പാസ്റ്ററുടെ ഡൽഹിയിലെ സഭയിൽ കടന്നു പോകാനൊക്കെ ഇളയവനെയും കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വരുന്ന നാളുകളിലും കുടുംബമായി ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ശക്തിപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിലേക്ക് വന്നതിന് അതിന്റെ സാക്ഷ്യം പറയുവാനായിട്ട് കർത്താവ് ക്ഷണിച്ചപ്പോൾ തന്നെ വന്നതിനുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് തുറന്ന് കർത്താവ് ശക്തിയോട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു സാക്ഷ്യമായി നമുക്ക് കടന്നു വരാം. അതുവരെ അത്തരത്തിലെ ചെറുകടി നമ്മുടെ ഏവരെയും കർത്താവ് മറക്കട്ടെ. ആമേൻ. പ്ലീസ് അതോടുകൂടി എപ്പിസോഡ് ഇവിടെ ക്ലോസ് ചെയ്യാം.